തുടങ്ങട്ടെ? തുടങ്ങിക്കോ. ഇന്നത്തെ എപ്പിസോഡ് ഫയറാണ്, അതുകൊണ്ട് ഇത് കത്തിക്കാം. ഞാൻ ഈ വിഷയം പറഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് ഫയറിൻ്റെ മുകളിലാണ്, അതുകൊണ്ടാണ് ഇത് കത്തിച്ചത്. കാരണം നമ്മളുടെ എല്ലാവരുടെയും അതാ പറഞ്ഞത്, നമ്മൾ ഫയറിൻ്റെ മുകളിലുള്ള സാധനം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ റീഡിങ്ങിനെ പറ്റിയോ കഥയെപ്പറ്റി പറയുന്നില്ല, നമ്മൾ പോണിനെ പറ്റി മാത്രമേ പറയുന്നത്. അത് ഫയറിൻ്റെ മുകളിൽ ആൾക്കാരുടെ ഗ്രോത്തിൽ ഫയറിൻ്റെ മുകളിലാണ് ഈ പോൺ കിടക്കുന്നത്. സോ പോൺ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോൺ മൂവീസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഹായ്. ഞാൻ പോൺ കണ്ടു തുടങ്ങിയിട്ട് ഒരു 10, 15, 20 എന്ന് തുടങ്ങി എന്നുള്ളതല്ലേ. എന്നാൽ ഇല്ല, ക്ലാസ്സിലൊന്നും അങ്ങനെ നമ്മൾ ഈ പോണെന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. അതാണ് ഞാൻ മഹാദേവനിലേക്ക് ആദ്യം പോയത്. കാരണം മഹാദേവന്റെ കാറ്റഗറിയും ഞങ്ങളുടെ ഏജ് കാറ്റഗറിയും തമ്മിൽ 10 വർഷം വ്യത്യാസമുണ്ട്. കാണാതെ തന്നെ പോൺ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആദ്യമായി കണ്ട നഗ്നരൂപം ഏതാണെന്നോ? അല്ല, ആദ്യമായി വല്ലാത്ത മൂഡിലായി പോയല്ലോ. ആദ്യമായി കണ്ട നഗ്നരൂപം മാത്രമല്ല, ആദ്യമായി കേറ്റ് വിൻസ്ലെറ്റ് ആണ് എല്ലാവരും. കാരണം ഞങ്ങളുടെ ഏജ് കാറ്റഗറിയിലെ ആദ്യത്തെ നേക്കഡ് ലേഡി എന്ന് പറയുന്നത് കേറ്റ് വിൻസ്ലെറ്റ് ആണ്, ടൈറ്റാനിക്. അതൊക്കെ ഞാൻ കാണുന്ന അല്ല, എക്സ്റ്റീരിയസിൽ ഒരുപാട് സെലിബ് ക്ലിപ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ സിനിമയ്ക്കകത്ത് ആ ക്ലിപ്സ് അവർ കട്ട് ചെയ്തിരുന്നുണ്ട്. പിന്നെ ആഷിഖ് ബനായ, അതിനകത്ത് നെയ്ക്കഡ് ബെയർ ബാക്ക് മാത്രമല്ല ഉള്ളൂ. ആഷിഖ് ബനായ ആഷിഖ് ബനായ ആ സമയത്ത് ടോപ്പ് സാധനമായിരുന്നു. ദിൽബർ ഷിഖുദും ദിൽബർ ഷിഖുദും കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ധൂമിലെ ആഷിഖ് ബനായ ഞാൻ പണ്ട് ധൂം കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതിന്റെ ഒരു പരിപാടി ഇമേജ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഈ പാട്ട് മാത്രമായിട്ട് അന്ന് എനിക്കിത് കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്ക് ഇല്ല, അപ്പൊ വീട്ടിലങ്ങനെ ഹിന്ദി ചാനൽ നോക്കില്ല. നമുക്കറിയാം ഈ ഹിന്ദി പാട്ടൊക്കെ വെച്ചതിനകത്ത് വൃത്തികേടാണ്. വീട്ടുകാര് എന്ത് വിചാരിക്കുന്നു, ശരീരത്തിൽ എന്ത് വൃത്തികേട്. വീട്ടുകാര് മുന്നിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അത് കൃത്യം ഈ വീട്ടുകാരുള്ള സമയത്ത് ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. ആ സമയത്ത് ആഷിഖ് ബനായ കണ്ട് ചാടി വരും. അല്ലെങ്കിൽ നമ്മൾ തപ്പിയിരുന്ന് നോക്കി കഴിഞ്ഞാൽ ആഷിഖ് ബനായ കിട്ടില്ല. അവിടെ മറ്റേ നമുക്കവിടെ ഒരു ലോക്കൽ ചാനലുണ്ട്, KCV എന്ന് പറഞ്ഞാൽ. അപ്പൊ KCVക്ക് ഒരു ജൂക്ക് ബോക്സ് ചാനലുണ്ട്. അതിനകത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ അനുസരിച്ച് ഓപ്ഷൻ തരും. മലയാളത്തിനായി വന്നോർത്ത്, ഹിന്ദിക്കാരുണ്ട്. അങ്ങനെ വിളിച്ച് പാട്ട് സെറ്റ് ചെയ്യാം. അപ്പം ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ പിള്ളേർ നമുക്ക് വലിച്ചു വെക്കണ്ട, പിള്ളേർ മൊത്തം ആഷിഖ് ബനായ കുത്തി ഇട്ടോണ്ടിരിക്കും. അപ്പൊ ശനിയാഴ്ച കാണിക്കുന്നത് ഓൾറെഡി പ്ലേ അങ്ങനെ റെക്കോർഡുള്ള പാട്ടാ. ഇതിപ്പോ പ്ലേ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എത്രയോ കഴിഞ്ഞിട്ടേ പ്ലേ. ചിലപ്പോ അങ്ങനെ ഒരു സാധനം കാണും, തൊട്ടടുത്തൊരു പാട്ട് കഴിഞ്ഞിട്ടെങ്കിൽ അവര് റെസ്ട്രിക്ഷൻ പിടിക്കുമായിരിക്കും. എടുത്തിട്ട് വെക്കുന്ന പരിപാടിയാണല്ലോ. നമ്പർ ഡയൽ ചെയ്താൽ ചിലപ്പം അങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു. ചിലപ്പോ ഒരു ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്ത് അതായിരിക്കും, അതും കാണും. കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ലെന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും ഇടയ്ക്കിടയ്ക്ക് വരും, അപ്പൊ മിക്കവാറും കാണാം. വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതേപോലെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ആഷിഖ് ബനായ കുറെ കണ്ടിട്ടുണ്ട്. ഡയൽ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ കറക്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ വേറെ ഏതോ ഇംഗ്ലീഷ് പാട്ടൊക്കെ ആയിപ്പോയി. പ്രസ് ചെയ്യണ കറക്റ്റ് അവിടെ വന്നിട്ടില്ല. അതായത് ഞാൻ 3 പ്രസ് ചെയ്യുമ്പോൾ ഒന്നൊക്കെയാണ് വീണത്. BJPക്ക് വോട്ട് ചെയ്യണം. പിന്നെന്ത് വിചാരിച്ച് കണ്ണട ഇമാജിനേഷൻ തന്നെ പിടിക്കാം. അതെ അതെ. ഈ ആഷിഖ് ബനായ, ഷിഖുദും ഇതൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ശരിക്കും അറിയത്തില്ല. അപ്പോൾ ടൈറ്റാനിക്കിനകത്ത് ഈ സംഭവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്. ഞാൻ അതിനേ മുന്നേ കുറച്ച് ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് AXN-ലും സ്റ്റാർ മൂവീസിലും HBO ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അന്നത്തെ പോപ്പുലർ ഇംഗ്ലീഷ് ചാനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആർണോൾഡ് ഷ്വാസ്നഗർ ഒരു ആക്ഷൻ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ട്രൂ ലൈസ് എന്ന പടം. അപ്പോൾ അതിൽ കഥയുടെ ഇതാണ് ആർണോൾഡ് ഷ്വാസ്നഗറിൻ്റെ ഭാര്യയ്ക്ക് ഒരു ആളോട്, ആർണോൾഡ് ഷ്വാസ്നഗർ ഭയങ്കര ബിസി പോലീസ്മാനാണ്. അപ്പോൾ ഭാര്യയ്ക്ക് വേറെ ആളോട് ഒരു അട്രാക്ഷൻ ഉണ്ട്, ഇവന് സംശയമുണ്ട്. അപ്പോൾ പുള്ളി ഇയാൾ അണ്ടർകവർ പോലീസ് ഓഫീസർ. അതുകൊണ്ട് തന്നെ ഇയാൾ അവൈലബിൾ അല്ല വൈഫിൻ്റെ. അപ്പോൾ വൈഫ് ആരെയോ കാണാൻ പോകുന്നുണ്ടെന്നത് സംശയവും ഇയാൾക്കുണ്ട്. ശരിക്കും അങ്ങനെ ആളുമുണ്ട്, പക്ഷേ അത് ട്വിസ്റ്റാണ്. അയാൾ ശരിക്കും വില്ലനുമാണ്. അപ്പം ആർണോൾഡ് ഷ്വാസ്നഗർ ഒരു തവണ പരീക്ഷിക്കാൻ വേണ്ടി ആർണോൾഡ് ഷ്വാസ്നഗർ ഫോൺ നമ്പരൊക്കെ മാറ്റി അവളെ ഒരു ഹോട്ടൽ റൂമിലേക്ക് എത്തിക്കുന്നു. അപ്പം നമ്മൾ ഈ സീൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആർണോൾഡ് ഷ്വാസ്നഗർ റൂമിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് ആർണോൾഡ് ഷ്വാസ്നഗർ ഇങ്ങനെ ഇരുട്ടത്തിരുന്നുകൊണ്ട് സ്ട്രിപ്പ് ചെയ്യാൻ പറയുന്നു അവളോട്. അപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ സ്ട്രിപ്പ് ചെയ്യുന്നു. നമ്മുടെ ശ്വാസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അത് ആ ആക്ട്രസ് ആരാന്ന് നമുക്കറിയില്ല. ആർണോൾഡ് ഷ്വാസ്നഗറിനെ മാത്രം ഇങ്ങനെ മറ്റേ ഫൈറ്റ് മൂവീസിൻ്റെ പേരിൽ ഇവിടെ പരിചയമുണ്ട് നമുക്ക്. അപ്പോൾ ആ സീൻ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത്
വരുന്ന നമ്മൾ ഇന്നർ വെയറിലേക്ക് വരുന്ന തൊട്ട് പിന്നെ അമ്മയുടെ അനിയത്തി അടുക്കളയിൽ ഇങ്ങനെ വരും പെട്ടെന്ന് അമ്മയുടെ അനിയത്തിയാ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കസിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ പെട്ടെന്ന് ചാനൽ മാറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പുള്ളിക്കാരി വന്ന് എല്ലാവർക്കും വെള്ളമൊക്കെ തന്നിങ്ങനെ പോകുന്ന എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും. എല്ലാവരും കാത്തിരിക്കും. പുള്ളിക്കാരി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെടിയും പോകുകയും അടിയും ബഹളവും ഭയങ്കര ഇത് 10 സെക്കൻഡിനോട് സീൻ മാറി അവിടെ വൻ ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞു. അയ്യോ അത് ഭയങ്കര നിരാശയായിരുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ചത് സത്യത്തിൽ? പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചു. അപ്പം തന്നെ അവിടെ ഫൈറ്റ് തുടങ്ങുക, പ്രശ്നം മാറി അവിടെ വലിയ സീനായിട്ട് മാറും. അപ്പം തന്നെ അവിടെ നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കും മറ്റേ പുള്ളിക്കാരി പെട്ടെന്ന് ഞാൻ അങ്ങനെ ഭയങ്കര രസകരമായ സീനുകളിൽ ഹോളോമാൻ സിനിമ ഉണ്ടല്ലോ, ഹോളോമാൻ ഹോളോമാന്റെ CD ഒരു മനുഷ്യൻ അപ്രത്യക്ഷനാവും. അപ്പൊ തന്നെ അത്രയില് തന്നെ അറിയാലോ അതിന്റെ. അപ്പൊ സെൻസേർഡ് അല്ലാത്ത CD ഉണ്ടായിരുന്നു, അതില് നല്ല 1-2 സീനുകളുണ്ട്. നമുക്കാണെങ്കിൽ ഇത് ഇതൊക്കെ ഒരു കൗതുകം. അതൊക്കെ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ളതൊക്കെ. എനിക്ക് പക്ഷേ വീട്ടിലങ്ങനെ TV ആക്സസ് കുറവായിരുന്നു. കസിൻസ് വെക്കേഷൻ ഇതൊക്കെ സമയത്തായി കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ പറയുന്ന പാട്ട് ഇത് അറിയാതെ കുറേ സ്ഥലത്ത് നമ്മൾ എത്തി. ട്രൂ ലൈസൊക്കെ അറിയാതെ വരുന്നതാണ്, അതുപോലെ തന്നെ അറിയാതെ വന്നതാണ് നമ്മുടെ സൂര്യ TVയുടെ പ്രോഗ്രാമും. നമുക്ക് ഈ പാട്ടിനപ്പുറത്ത് ഇങ്ങനെ സിനിമകൾക്കൊരു സാധ്യതയാണ് നമ്മൾ മനസ്സിലായി വരുന്നതേ ഉള്ളൂ. അപ്പം അവിടെ എവിടെയും ചില പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട്, ചില കാസറ്റുകളെ പറ്റി കേട്ടിട്ടുണ്ട്, നമുക്കിത് അറിയത്തില്ല ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെക്കേഷന് കസിൻസായിട്ട് ഒരുമിച്ച് നമ്മളാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ശനിയാഴ്ച രാത്രിയിൽ എല്ലാവരും കിടത്തി ഇറക്കിയിട്ട് എല്ലാവരും ഉറങ്ങും, പിള്ളേരല്ലേ TV കണ്ടുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ചാനൽ മാറ്റി മാറ്റി പോകുമ്പോൾ സൂര്യ TVക്കകത്ത് പെട്ടെന്നൊരു സിനിമ ഓടുന്നു. അപ്പം എന്താണെന്ന് നോക്കാൻ വേണ്ടി, സിനിമ കാണാമെന്ന് ആഗ്രഹമുള്ളത് നോക്കാൻ വേണ്ടി കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ പണ്ട് സ്റ്റാൻഡപ്പിനകത്ത് ഈ കഥ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കസിൻസ് എല്ലാവരും ഉണ്ട്, നമ്മുടെ കസിൻ ചേച്ചി അടക്കമുണ്ട്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെങ്കൊച്ചിനെ ആരും ഓടിക്കുന്നു. അപ്പോൾ നമ്മളൊരു ഫൈറ്റ് മൂവി കാണാനുള്ള മോഡിലായിരിക്കുന്നത്. ആ പെങ്കൊച്ച് ഓടി രക്ഷപ്പെട്ട് അവളുടെ ഹോസ്റ്റൽ റൂമിലെത്തുന്നു. ഹോസ്റ്റൽ റൂമിലെത്തി അകത്തേക്ക് ചെന്ന് റൂമിനകത്ത് കയറി അപ്പോഴത്തേക്ക് മ്യൂസിക്കൊക്കെ മാറും. അപ്പോൾ നമ്മളിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇത്, കാരണം ഇത് TVക്കകത്ത് കിട്ടും. ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ല അപ്പോഴും നമുക്ക് ഇത് TV ഇല്ല, ഇത് TVയിൽ കിട്ടുമെന്ന് അറിയത്തില്ല, അന്ന് വരെ അറിയത്തില്ല ഇത് TVക്കകത്ത് വരുമെന്നല്ല. നമുക്കന്ന് ആക്ഷൻ പടമാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ്, മറ്റേത് ആരും ഇല്ലാത്തപ്പോൾ കാണുന്നതാണല്ലോ. ഇത് പെങ്കൊച്ച് റൂമിനകത്ത് കയറി കഥ കടച്ചിട്ട് ബാത്റൂമിനകത്ത് കയറി എപ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു സംശയം തോന്നി. ഷവർ ഓൺ ചെയ്തിട്ട് ഉടുപ്പൂരി മാറ്റുകയും കസിൻ ചേച്ചി ഒറ്റ നിലവിളിയാണ്. കസിൻ ചേച്ചി അലറി ഒറ്റ അല്ല, എല്ലാവരും കൂടെ ചിരിച്ചിട്ട് പെട്ടെന്ന് ചാനൽ മാറ്റിയിട്ട് ഭയങ്കര ചിരി. അന്ന് നമുക്കത് തമാശയാണ്. എല്ലാവരും ചിരിച്ച് ഫണ്ണാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന കാര്യമാണ് അടുക്കള ചെന്നിട്ട് അമ്മയെടുത്ത് ഞങ്ങൾ ഇന്നലെ ഷക്കീലപ്പടം കണ്ടു. കാരണം അന്നൊരു ടേം ഉണ്ടായിരുന്നു ഷക്കീലപ്പടം. ഈ പടങ്ങളെല്ലാം പുള്ളിക്കാരുടെ തലയിൽ അടിച്ചു വെച്ചിരുന്നു. അപ്പം നമ്മൾ പോയിട്ട് വന്ന് ഷക്കീലപ്പടം കണ്ടു. അപ്പോൾ അമ്മയുടെ ചേട്ടത്തി എന്നിട്ട് ഞങ്ങളെന്താ വിളിക്കാഞ്ഞു തന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നു. പിന്നെ അല്ല, പിന്നെ നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് ഇത് അങ്ങനെ ആകുമെന്നൊരു തോന്നില്ല. ഇതിനകത്ത് സാധ്യതയുണ്ടെന്ന് പിന്നെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ ടൈറ്റാനിക് വരുന്നത്, ഇതും കഴിഞ്ഞാണ് ടൈറ്റാനിക് വരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ തലമുറ തുണ്ട് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇമാജിനേഷൻ ഭയങ്കര സ്ട്രോങ് ആൾക്കാരായിരിക്കും. പിന്നെ മുന്നിൽ കൊണ്ട് വെച്ച് തരലല്ലോ, ഇതൊക്കെ സങ്കല്പിക്കണ്ടേ. വായിക്കുന്ന സാധനം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഈ വായനയൊക്കെ ഭയങ്കര കലാസാഹിത്യപരമായിട്ട് എഴുതുന്ന രീതിയിൽ എല്ലാവരും എഴുതാം. നീ വായിച്ചിട്ടുണ്ടോ? വായിക്കുന്ന ഭയങ്കര വൈബാണ്, വായിച്ചു നോക്ക്. നല്ല വായിച്ചില്ലെന്ന് വെച്ചാൽ ഞാൻ ഈ ഫയർ ഒന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ബസ്സിൽ പോകുമ്പോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് പോയി മേടിക്കാൻ എന്നുള്ളൊരു സാധനം തോന്നിയിട്ടില്ല. ആരും മേടിക്കുന്നില്ല, ഇത് സ്കൂളിൽ ഇനി ചിലപ്പോ എന്റെ ആ ഒരു ജനറേഷന്റെ ആയിരിക്കും. നിങ്ങളുടെ ജനറേഷൻ പിള്ളേര് മറ്റേ മെമ്മറി കാർഡ് പെൻഡ്രൈവ് CD മെമ്മറി കാർഡ് പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് പടങ്ങളിൽ ഓടായി വരും. ഇമേജ് ബഫറിങ്. നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ, ഇന്നത്തെ ഒരു പയ്യൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പയ്യൻ ആദ്യമായിട്ട് പോൺ കാണുന്ന ഏത് പ്രായത്തിലായിരിക്കും? സ്കൂളിൽ എന്തായാലും ഏജ്, ഒരു ഊഹം. ഞാൻ ആദ്യം കണ്ടത് 13 ഇന്നത്തെ കാലഘട്ടത്തിൽ 6ാം ക്ലാസ്സിലാണ്. അത് തന്നെ 12, അത് തന്നെ 11. ഞാൻ സാധനം എനിക്ക് പണ്ട് കൊച്ചിലെ ഞാൻ സീനൊക്കെ വരുമ്പോ ചേച്ചി ഇങ്ങനെ കണ്ണു കുത്തും ഇങ്ങനെ. അപ്പൊ ചേച്ചി കാണത്തില്ലേ? ചേച്ചിയുടെ കണ്ണ് അമ്മ പൂത്തും, അച്ഛൻ പൂത്തും, അച്ഛൻ്റെ കണ്ണ് അമ്മ പൂത്തും. അതാ കറക്റ്റ്. അപ്പൊ അങ്ങനെ, പക്ഷെ അതൊക്കെ ചെറിയ സീൻ, ആഷിഖ് ബനായ പോലത്തെ. അന്ന് പാട്ട് സീൻ കാണുമ്പോ തന്നെ നമുക്ക് ഫാമിലി മൊത്തം ഒരുമിച്ചിരിക്കണ ഒരാൾ ആദ്യം എഴുന്നേറ്റു, അച്ഛൻ ആദ്യം എഴുന്നേറ്റു, അമ്മ ചാനൽ മാറ്റും.
ഇല്ല, നമുക്ക് പലതും കാണുമ്പോൾ വികാരം തോന്നി തുടങ്ങുന്ന ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലാണ്. എന്താണെന്ന് അറിയാത്തൊരു ക്യൂരിയോസിറ്റി കൗതുകം. നോളജ് കിട്ടുന്നത് ഒരു 6ാം ക്ലാസ്സിലാണ്, പിന്നെ ഇത് ആക്റ്റീവായിട്ട് തുടങ്ങുന്നത് 7ാം ക്ലാസ്സിലാണ്. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ പയ്യനോ ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ ആ വികാരം 4ാം ക്ലാസ് തന്നെ തോന്നുന്നു. 4ാം ക്ലാസ്സിൽ ആ തോന്നി അന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും വീഡിയോ കാണും, വൈകിട്ടാകുമ്പോൾ പരിപാടി തുടങ്ങും. അത്രയും പെട്ടെന്ന് ആരെങ്കിലും ധൈര്യമായിട്ട് അയാൾ കമൻറ്റ് ചെയ്യട്ടെ. അതായത് അയാൾ എനിക്ക് ഒന്ന് നമ്മുടെ കാലഘട്ടത്തിൽ 4ാം ക്ലാസ് ചിന്തിക്കാൻ പറ്റത്തില്ല അത് പോൺ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണാൻ സൗകര്യമില്ലടാ ഞങ്ങളുടെ കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലഘട്ടം ചിലപ്പോൾ 15 വയസ്സോ കറക്റ്റായിട്ട് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ കോളേജിലൊക്കെ ആയിരിക്കും. എൻ്റെ കൂട്ടുകാരനൊരുത്തന് അവൻ +2 കഴിഞ്ഞിട്ടാണ് കാണണേ. അപ്പോൾ അവൻ്റെ ഉറ്റ ചങ്കൊരുത്തനുണ്ട്, അവൻ 4ാം ക്ലാസ്സിൽ പരിപാടി തുടങ്ങിയത്. എന്നിട്ട് അവൻ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവനെ വന്നിട്ട് തരും, എടാ പട്ടി നീ ഇത്ര നാളായിട്ട് എനിക്ക് പറഞ്ഞു തന്നില്ലാലേ. നമ്മള് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ എൻ്റെ വിചാരം ഇത് എനിക്ക് വേറെ വഴി അറിയാവുന്ന അല്ല ഞാൻ ഇത് അതിനകത്ത് കഥയുണ്ട്. അതായത് ഇതെന്റെ ചേട്ടൻ ഞാൻ വെക്കേഷന് വീട്ടിൽ പോയപ്പോൾ ചേട്ടൻ കമ്പ്യൂട്ടറിൽ ഫോൺ കാണുന്നു ഞാൻ കണ്ടു. അപ്പോഴത്തേക്ക് എനിക്ക് സംഭവം എന്നെ മനസ്സിലായില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി രഹസ്യത്തിൽ എന്ത് ചെയ്യുവാണ്, ഇത് കാണുന്നത് ഭയങ്കര രഹസ്യമായിട്ടെന്തോ പരിപാടിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇത് പൊക്കാൻ വേണ്ടി തന്നെ പിടിച്ചതാണ്. കണ്ടു ഞാൻ വെറുതെ എനിക്കത് അറിയത്തില്ല, പക്ഷെ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അതേ പുള്ളി വീണു, അത് പുള്ളിക്ക് പേടിയായി. അപ്പോൾ എന്നെ കൂടെ കൂട്ടുപുറത്തൊക്കെ തീ വിട്ടിരിക്കും, ഞാൻ പറഞ്ഞുതരാം ഇത് ഒരുമിച്ച് കാണാന്നുള്ള സ്കീം മേടിച്ചു. അപ്പൊ ഞാൻ ഭയങ്കര ലോലകൃതി, നമുക്കിത് ജീവിതത്തിൽ ഇന്ന് വരെ കാരണം ഞാൻ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതെ പെട്ടെന്നാണ് കാണുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടല്ലേ കാണുന്നത് അല്ല. അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് ഞാൻ നോക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാണൊരു പെണ്ണിനെ ആക്രമിക്കുന്നു എന്നുള്ള സാധനമാണ്. അത് കുറെ ബ്രൂട്ടലായിട്ട് ഞാൻ ഇത് കാണില്ല, ഞാനിത് ചെയ്യൂല, സ്ത്രീകളെ ബഹുമാനിക്കുന്ന. അപ്പൊ എനിക്കത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നൊന്നുമില്ല, അതാ കണ്ടോ എന്നുള്ളതാണ്. എന്തോ പ്രശ്നമുണ്ടല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ മേടിച്ചിട്ടാ ഞാൻ വേണ്ടെന്ന് വെച്ച്. ഇത് ഈ പറഞ്ഞത് 4ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എനിക്കിത് കണ്ടു. അത് ഇനി പ്രശ്നം എന്താ ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ മറ്റേ പിന്നെ നമുക്ക് ഇതിനകത്ത് വിവരമില്ല, പക്ഷെ നമ്മൾ അപകടം കാണിക്കുന്ന സമയമാണ്. അതായത് നമുക്കിത് അറിയാത്തത് കൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പൊതുവായിട്ട് പറയേണ്ടാത്തത് പറയുക, അങ്ങനെയൊക്കെ ചില പിള്ളേരുടെ വായിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരുന്നതൊക്കെ അവരുടെ പാരൻസിന് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അത് ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട്. പിള്ളേർ ആ ഒരു അറിവില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ പോയിന്റ് ഞാനും എത്തിയിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ TV കാണുമ്പോൾ TV യിൽ എപ്പോഴും ഒരു കോണ്ടത്തിന്റെ പരസ്യം വരും. അതായത് മറ്റേ കേരള സർക്കാരിൻ്റെ പരസ്യമായിരുന്നു. മറ്റേ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പോപ്പുലേഷൻ കൂടുന്നതിൻ്റെ പ്രശ്നത്തിലാണോ അത് അതിനുവേണ്ടിയാണ് അസുഖവും ഇത് നിയന്ത്രിക്കാൻ, പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ വേണ്ടി രണ്ടുകൂടെ ചേർത്തിട്ടുള്ളതാണ്. അങ്ങനെ സർക്കാരിന്റെ മുന്നറിയിപ്പിൽ മറ്റേ പരസ്യം വരും. അതല്ല, ഇത് കോണ്ടത്തിന്റെ പരസ്യം തന്നെ വരുവായിരുന്നു. ഇങ്ങനെ വേറെ എന്തൊക്കെയോ വൈബില് വിഷ്വൽസ് കാണിച്ചിട്ട് നല്ലൊരു കളർഫുൾ പരസ്യം, എന്നിട്ട് അത് പറയും മറക്കല്ലേ കോണ്ടം നല്ലത്, മറക്കല്ലേ കോണ്ടം നല്ലത് എന്ന് പറയും. ഇതിന് എൻഡിൽ അപ്പം നമ്മളിങ്ങനെ TV കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചാനൽ മാറ്റുന്ന കാണാം ഈ സാധനം വരുമ്പോൾ. പക്ഷെ പിന്നെ ഇത് സ്ഥിരമായി. ഏത് ചാനൽ എപ്പോൾ വന്നാലും പണ്ടാരും അങ്ങനെ മാറ്റുന്നതിനൊരു പരിധിയില്ലേ. അപ്പം നമ്മൾ കാണിക്കിത് വെക്കാൻ തുടങ്ങി. നമുക്കിത് അറിയത്തില്ലല്ലോ ഈ സാധനം. അപ്പം ഞാൻ നമുക്ക് ഭയങ്കര കളർഫുൾ രസമുള്ളൊരു പരസ്യം. അതിലാരേലും എവിടെയെങ്കിലും ഏതെങ്കിലും കപ്പിളായിരിക്കും, അവരെങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ ആൾക്കാർ പറയുന്നതാണ് മറക്കല്ലേ കോണ്ടം നല്ലത്. അത് ടേക്ക് കെയർ എന്ന് പറയുന്ന സെൻസിലാണ് ഈ സാധനം അവിടെ വരുന്നത്. പോകുന്ന സമയത്ത് പറയുന്നതാണ്. പലരും എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ മറക്കില്ലേ കൊണ്ടുവന്നില്ലേ, അടുത്ത പരിസ്ഥിതിയിൽ ഇത് തന്നെ മറക്കില്ലേ കൊണ്ടുവന്നില്ല. അപ്പം ഞാനിത് ഉപയോഗിക്കാൻ കൊണ്ടല്ല ഈ ഫ്രേസ്. ഞാനാണെങ്കിൽ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവരോട് ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ ക്യാപ്പിൽ നിന്നിട്ട് പറയും മറക്കല്ലേ കൊണ്ടുവന്നല്ലേ. അപ്പൊ അവരിങ്ങനെ മാതിന് അച്ഛനമ്മയും നോക്കിട്ട് കേട്ടല്ലോ നിങ്ങൾ മറന്നല്ലോ, ഞങ്ങൾക്ക് നമ്മളിത് കണ്ടന്റ് ഉണ്ടാക്കുന്നവരല്ലേ. ആരെങ്കിലും എവിടെയെങ്കിലും നമ്മൾ മെറ്റീരിയൽ പറഞ്ഞ് ചിരിച്ചാൽ നമ്മളിത് അടുത്ത നല്ല സിറ്റുവേഷൻ അടിക്കാൻ നോക്കൂലേ. ഇതേ സാധനം ഞാനിത് ആദ്യം വന്ന് ഇപ്പൊ മുട്ടൻ ചിരി, അവരും ചിരിക്കുന്നു, വീട്ടുകാരും ചിരിക്കുന്നു, എല്ലാരും ചിരിക്കുന്നു. അപ്പൊ അവർക്ക് ഇത് പൊടിച്ചു ഈ ടൈമിൽ ഇത് അടിച്ചാൽ ഭയങ്കര രസമുള്ള സാധനം വിചാരിച്ച് തൊട്ടടുത്ത ദിവസം അമ്മയുടെ വീട്ടിൽ എന്തോ പൂജ പരിപാടിയായിട്ട് ഫുൾ കസിൻസ് ഉണ്ട്. ഒരു 50-60 പേരുണ്ട്. അതിനകത്തൊരു ഫാമിലി ആദ്യം ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ നിൽക്കുക, കുറേ പേര് വർത്താനം കൂടുന്നു. അപ്പോൾ ഏതോ ദൂരെയുള്ള ഫാമിലി ഇറങ്ങുന്നതുകൊണ്ട് എല്ലാവരും യാത്രയൊക്കെ സെറ്റപ്പ് അമ്മയുടെ വീടിനാണ് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഇമേജ് കിടപ്പുണ്ട്. അവിടെ എല്ലാവരോടും ഇതുപോലെ വർത്താനം ബൈയൊക്കെ പറഞ്ഞ് ഇവർ പോകാനാകും നിൽക്കണ പോയിന്റ് ഒരാവശ്യമില്ല, എവിടെ നിന്ന് ചെയ്യാമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഓടിപ്പഞ്ഞതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് വന്നത് ഇവർ പൂവല്ലേ ബൈ പറയാമെന്ന് വെച്ചിട്ട് അമ്മ ഓർത്ത് മറ്റേ സാരി ഇവിടെ അടിച്ചപ്പോൾ അടിക്കണം. ഇത്രയും പേര് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു പറഞ്ഞു മറക്കലേക്ക് കൊണ്ടെന്നല്ലായിരുന്നു. അവിടെ ഫുള്ള് സൈലൻസ്, ഈ ചിരിയൊന്നും കിട്ടിയില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഭയങ്കര ഒരു
എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഈ വളർച്ച വെച്ചേക്കണേ? എന്നൊക്കെയുള്ള സാധനമായി. അപ്പം ഞാൻ ഓർത്തു അന്ന് ഇതുപോലെ ഇതേ ചേട്ടൻ ഈ പറഞ്ഞ അന്ന് ഞാൻ വീഡിയോ കണ്ടിട്ട് പോയതാണല്ലോ. പുള്ളി എന്നോട് പറഞ്ഞു നീ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. സെക്സ് എഡ്യൂക്കേഷൻ അതിങ്ങനെയാണ് സംഭവം, അത് ഇത് എന്നുള്ളത്. എന്നിട്ട് എൻ്റെ കിഴപ്പിനെ ഞാൻ തിരിച്ചു റൗണ്ട് വന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞത് മറക്കല്ലേ. ആരെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പോൺ അഡിക്ഷൻ ഒരു പ്രശ്നമായിട്ടുള്ള ആരെങ്കിലും? ഞാൻ പോൺ അഡിക്ഷൻ ഉണ്ട് നിൽക്കട്ടെ. എല്ലാവരും ആദ്യം കണ്ട കഥ പറയണം. എന്നെ പറഞ്ഞില്ലേ ആദ്യം കണ്ട കഥ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ കസിൻസ് ഒക്കെ കൂടി ഇരുന്ന് CD എടുത്തിട്ടാണ് ഞാൻ കണ്ടത്. ഞങ്ങളൊരു എല്ലാരും കൂടി ഇരുന്ന് കണ്ടു. 10ാം ക്ലാസ് ആയി. ഞാൻ 10ാം ക്ലാസ്സിലാണ്. ഞാൻ അതിന് മുമ്പ് ഈ പറഞ്ഞ ഏതാ കണ്ടത്? അത് ഇംഗ്ലീഷ് TV ഇട്ട് കണ്ടോ വീട്ടിൽ? CD പ്ലെയറിൽ. CD പ്ലെയർ ഒക്കെ ഭയങ്കര റിസ്ക് പരിപാടി. എന്റെ ചേട്ടന്റെ ആ ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ കാണുന്ന കഥ ഇങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട്. ഈ CD അവരുടെ അടുത്ത് CD പ്ലെയർ അത്ര നല്ലതല്ല, ഇട്ടിട്ട് ഇങ്ങനെ കറക്കി വിടണം, എന്നിട്ട് ഈ സാധനം വർക്ക് ചെയ്ത് തുടങ്ങും. കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സീൻ പരിപാടിയുണ്ട് CD പ്ലെയറിൽ കാണല്. ഞാൻ CD-യിൽ തന്നെ കണ്ടിട്ടില്ല. ഞാൻ അതിന് മുമ്പ് ഈ പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ ഈ ടൈറ്റാനിക് കണ്ടിട്ടുണ്ട്, ഹോളോമാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും ഒരു പോൺ എന്ന് പറയുന്നത് കാണുന്നത് ഞാൻ 10ാം ക്ലാസ്സിലാണ്. ഞാൻ അന്നും ഇന്നും എന്നും ഒരു സോഫ്റ്റിൻ്റെ ആളാണ്. ആദ്യം കണ്ടതും ഒരു ഭയങ്കര സോഫ്റ്റ്. ഞാൻ സിനിമകൾ കണ്ട് അതിൻ്റെ CD കിട്ടുമ്പം അതിലെ സീൻ ഓർത്ത് വെച്ച് പിന്നെ ഒരവസരം കിട്ടുമ്പോൾ അതിട്ട് അത് മാത്രം കണ്ട് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഹാർഡിന് അങ്ങനെ ആകർഷിച്ചിട്ടില്ല. എന്നാലും ഞാൻ കാണും. പിന്നെ ഇങ്ങനെ നെറ്റൊക്കെ പോയപ്പോൾ പിന്നെ Xvideos അങ്ങനത്തെ. പക്ഷെ എൻ്റെ ആദ്യത്തെ കുറച്ച് നാളത്തെ സംഭവം മൊത്തം സോഫ്റ്റിലായിരുന്നു കളിച്ചത്. സോഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷക്കീല സിനിമകൾ പോലത്തെ സിനിമകളാണ്. ഷക്കീല സിനിമകൾ പോലത്തെ സോഫ്റ്റുകൾ, അതായത് സീൻ മൊത്തം കഥയുള്ളത്. എല്ലാത്തിനകത്തും കഥയുണ്ട്. കഥ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇമാജിനേഷൻ ചെയ്യുവാണെങ്കിൽ കഥയൊക്കെ വെച്ചിട്ട് ഇമാജിൻ ചെയ്യുള്ളൂ. കഥ ഇമ്പോർട്ടൻ്റ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഥ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കഥയാണ് ഇമ്പോർട്ടൻറ്റ്. മറ്റേതെല്ലാം ഒരുപോലെയല്ലേ ഉള്ളൂ. കഥ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സീനും ഏകദേശം സെയിം തന്നെയാണ്. ജേണിയാണല്ലോ, ഡെസ്റ്റിനേഷൻ അല്ല. ഡെസ്റ്റിനേഷൻ അല്ല, ജേണിയാണ് പ്രധാനം. അതുകൊണ്ടല്ലേ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്തോന്ന് ചെയ്തേന്ന് തോന്നണം. കാരണം ജേണി തീർന്നു. ചരിത്രക്കാരനായിരുന്നു, വേണ്ടായിരുന്നു, തെറ്റുപറ്റി ഇനി ഒരിക്കലും സത്യമായി ഇനി. എനിക്ക് ഈ ഫോണെന്നൊക്കെ പറയുന്ന സാധനം വളരെ മിസ്ഗൈഡിങ് ഒരു സംഭവമാണ്. നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു ഗ്യാപ്പിൽ കുറെ പോൺ കയറി നമുക്ക് കുറെ അണ്ടർസ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് പോൺ കണ്ടിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ പോൺ കാണുമ്പം നമുക്ക് ആക്ച്വലി അത് എന്നുവെച്ചാൽ നിന്നെ അത് ഏത് രീതിയിലാണ് ദീപക് നിന്റെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയത്? പറയൂ ദീപക്, ഈ ഒരു വേദിയിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്ലഷർ ഫോർ പ്ലേ സംഭവങ്ങളെല്ലാം നമ്മൾ അടിച്ചുവിട്ടല്ലേ കാണുന്നത്. ഫോർ പ്ലേ പറ്റി ധാരണയില്ല നിനക്ക്? നിന്റെ ഗേൾ ഫ്രണ്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആദ്യമൊക്കെ എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ലിങ്ക് ഒക്കെ അയച്ചു തന്നു. ആണോ? എന്നുവെച്ചാ ഇങ്ങനെയൊക്കെയാണ് പതുക്കെ. IIM വളരെ മോശം സിസ്റ്റമാണ് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ വേറൊന്നും പഠിക്കുന്നില്ലെന്നും. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് അറിയാമല്ലോ, ഇത് കാണുന്ന പോലൊന്നും അല്ല. അതിന് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അതില്ല. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പോൺ കണ്ടതുകൊണ്ട് റിയൽ ലൈഫിൽ ഗേൾ ഫ്രണ്ടുമായിട്ടുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയാണ്. അപ്പം എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നീ ചാടി വീഴുമ്പോൾ ഞങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? നീ ആരോട് മോശമായിട്ട് പെരുമാറുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് പെരുമാറുന്നല്ലേ? രതീഷ് ദുബായിക്ക് കിട്ടുണ്ടോ? അതല്ലേ ഉദ്ദേശിച്ചത്. ഞാൻ അവരുടെ ഫോൺ കാണുന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു നമ്മുടെ എടാ അത് അറിയണമെങ്കിൽ നമ്മൾ 1-2 പാർട്ട്ണറായിട്ട് ഇടപഴകുമ്പോൾ അവർക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ തന്നെ നമ്മൾ മറ്റേ ഷൂട്ടിൽ തുടങ്ങുന്നതിന് തന്നെ പറഞ്ഞില്ലേ, മറ്റേ ഇമാജിൻ എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കാമുകി അങ്ങനെ ഇമാജിൻ ചെയ്യാനോ നമ്മളിത് അവിടെ ചെയ്യുന്നു ആ ഒരു സാധനം എനിക്ക് മറ്റേ സെക്സ് ചാറ്റ് ചെയ്യുന്നതോ. ഓ ഈ മഹാദേവ് മറ്റേ ആള് അവനുണ്ടല്ലോ, അവനെൻ്റെ ഭാര്യയെ ഗർഭിണിയാക്കി തെണ്ടിയാന്ന്. സെക്സ് ചാറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. സെക്സ് ചെയ്യണം ഇല്ല. ഇതൊക്കെ വേറെ ആൾക്കാരോട് ചെയ്യണമെന്നാണ് മഹാദേവ് പറഞ്ഞത്. അത് നമ്മൾ കാമുകടിയില്ലേ, കാമുകിയെ നമ്മൾ ദേവിയെ പോലെ കാണണം. ഇല്ല ചെയ്യൂല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്ത് നീ ഇങ്ങനെ തമാശ അടിച്ചടിച്ച് ഇതിലോ ഈ ഒരു കോർണറിലോട്ട് വരാറില്ല. നമ്മളെ മറ്റേ ഇതുപോലെ തമാശ മഹാദേവന് ആ സാധനമില്ല. ഇല്ല മഹാദേവൻ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വായിച്ച് നമ്മുടെ അങ്ങനത്തെ ഒരു സ്കിൽ സെറ്റും കൂടെ ഉണ്ടല്ലോ, നമ്മൾ വായിച്ച്. ഇല്ല അവൻ ആ സ്കിൽ സെറ്റ് ഉണ്ട്, സ്കിൽ സെറ്റ് ഇല്ലാതൊന്നുമല്ല. അവൻ എന്നോട് സെക്സ് ചാറ്റ് ചെയ്യും, പക്ഷെ അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് ചെയ്തില്ലെന്ന് പറഞ്ഞത്. ആ ഗേൾ ഫ്രണ്ട് അങ്ങനെ കാണുന്നവനല്ലെന്ന് പറഞ്ഞു. ഞാൻ എനിക്കെന്താ അവിടുത്തെ ആ ഒരു റിലേഷൻ്റെ ഒരു പ്യൂരിറ്റി ഗുണമൊക്കെ തോന്നാറുണ്ട്. അതായത് ഭയങ്കര എപ്പോഴും അങ്ങനത്തെ സംസാരങ്ങളാണ്
നമ്മളിപ്പോ ഇവന് ആ കല്യാണം കഴിഞ്ഞിട്ട് മറ്റേ ബെഡിന്റെ നടുക്ക് ഇങ്ങനെ തലേണ വെച്ചിട്ട് നമ്മൾ മാറിക്കിടക്കണം മറ്റേ നിങ്ങൾക്ക് കാര്യം അറിയാലോ, പിന്നെ നിങ്ങൾ എന്നാ നീ പറ പറയാൻ നിന്ന് പഠിക്കുന്ന. അതായത് ഞാൻ ഒരു മണ്ണ ആയോണ്ടല്ല, എനിക്ക് വികാരം ഇല്ലാത്തോ, എനിക്ക് ആ ഒരു സാധനമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇതും അതോടെ ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതായത് അതിന്റെ കുടുംബജീവിതം ഈ ആ സാധനം റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടില്ല, ഇത് ഫോൺ കാണുമ്പോഴുള്ളത്. അവിടെ എന്തോ എനിക്ക് അങ്ങനെ എന്തോ അതാണ് പറയുന്നത്. അത് പലരിലും ഇതാണ് ശരിക്കും ചില പൊസിഷൻസ് എല്ലാം ആര് നിന്റെ അങ്ങോട്ട് നോക്കുന്നത്? ദീപ ഇങ്ങോട്ട് നോക്കി സംസാരിക്കും. ഇവിടെ അല്ലേ ആണുങ്ങൾ ഇരിക്കുന്നത്? അവന്റെ വീട്ടിലൊരു തലോണ മാത്രമേ അതിനെന്ത് പൊസിഷൻ? ഒറ്റ പൊസിഷനേ ഉള്ളൂ. അല്ല, ഈ ചില പാർട്ട്നേഴ്സിന് പോൺ കാണുന്ന പ്രശ്നമാണ്. ഇനി ജോണിലേക്ക്. ജോൺ പറയൂ, വിവാഹത്തിന് ശേഷം ഭാര്യ ജോണിനോട് പോൺ കാണുന്നതിനെ പറ്റി പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്? ചോദിച്ചില്ല. കാരണം എന്റെ ഭർത്താവ് ചോദിച്ചില്ല, പക്ഷെ പിടിച്ചു പിന്നെ അങ്ങനെ കാണുന്നതൊന്ന് കലിപ്പായത് ഇല്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അങ്ങോട്ട് ബേബി എനിക്ക് സത്യം പറയാനുണ്ട്, ഞാൻ പോൺ കാണാറുണ്ട്. ഇത് മറ്റേ 5 സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുറ്റബോധം. എന്റെ ഒരു ഇതിന്റെ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ ചോദിച്ചു, ഞാൻ മുമ്പ് കാണാറുണ്ടോ എന്നുള്ളത്. ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ചോദിച്ചു കാണാറുണ്ട്. അത് ഭയങ്കര വലിയ പ്രശ്നമായ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി വിചാരിച്ചിരുന്നത് പുള്ളിക്കാരൻ പണ്ട് കാണുന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കല്യാണ ശേഷം നിർത്തി ആവശ്യമില്ലല്ലോ എന്നാണ് പുള്ളിക്കാരി വിചാരിച്ചിരുന്നത്. അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പം എന്തോ ഏതൊരു പോയിന്റ് ചോദിച്ചു, നീ ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം, നീ ഇപ്പോഴും കാണാറുണ്ടോ ചോദിച്ചു. വല്ലപ്പോഴൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അതാണ് പുള്ളിക്കാരി ഞെട്ടിപ്പോയത്. നിന്നോട് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു, വളരെ പേഴ്സണൽ കാര്യങ്ങളാണ് പറഞ്ഞു. ഇനിയിപ്പോ ആരും അറിയാൻ ബാക്കിയില്ല, നമ്മുടെ 5000 ഫോളോവേഴ്സ്. എന്നിട്ട് പിണങ്ങിയില്ല. ഞാൻ തലേ തൊട്ട് സത്യം ചെയ്യിച്ചു, ഇനി കാണുന്നില്ല. അല്ലല്ല, ഇത് മറ്റേ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് മറ്റേ മിനിറ്റ്സ് ആക്കിയിട്ടിട്ടു. പോടെ ഏറ്റവും ഭയങ്കര അഡിക്ഷൻ ആണെന്നുള്ളതിന് ഉള്ള ഏറ്റവും വലിയ പ്രൂഫ് എന്ന് വെച്ചാൽ ജോൺ ജോ വല്ലപ്പോഴും ഓരോ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെന്ന ജോൺ ജോയെ, സിഗരറ്റല്ല വെറുതെ കുറച്ച് പഫ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ജോൺ ജോയെ ഇത് വലിക്കുന്ന ഇഷ്ടമല്ലാന്ന് ഭാര്യ പറഞ്ഞപ്പോൾ പിന്നെ ഇതുവരെ സിഗരറ്റ് തൊട്ടിട്ടില്ലാത്ത മനുഷ്യനാണ് ജോൺ ജോ. എന്നിട്ട് ജോൺ ജോ ഫോൺ കാണുന്നത് നിർത്തിയോ? എന്റെ അടുത്ത് നിർത്താൻ പറഞ്ഞിട്ടില്ല. ചോദിച്ചിട്ടാൻ പറ്റുമോ? ഭയങ്കര റെഗുലർ ആയിട്ട് സെക്സ് നടക്കുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആയിട്ട് നടക്കുകയാണെങ്കിൽ കുറയും. എനിക്കാണെങ്കിൽ തോന്നിയിട്ടുണ്ട്, നമ്മള് റിലേഷൻഷിപ്പിൽ നമ്മൾ പാർട്ട്ണറുടെ കൂടെ ലിവിങ് ചെയ്യുന്ന സമയത്ത് നിർത്താൻ പറ്റും. നമ്മള് പനി പിടിച്ചാലൊക്കെ നമ്മള് മാസ്റ്റർബേഷൻ ചെയ്യാതിരുന്ന ചിലപ്പോൾ സെക്സ് കുറച്ചുകൂടെ ബെറ്റർ ആവും. ഇടയ്ക്കിടയ്ക്ക് പോയി മാസ്റ്റർബേറ്റ് ചെയ്യണം, അതൊരു ഈസി വേ ഔട്ട് ആണല്ലോ. അതെ, പക്ഷെ ഇത് മാസ്റ്റർബേഷൻ നിർത്താൻ അല്ല. നിങ്ങളൊക്കെ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉള്ളവരല്ലേ? നിങ്ങൾ എല്ലാവരും റിലേഷൻഷിപ്പിന് ശേഷം ഫോൺ കാണാത്തവരാണോ? കല്യാണം കഴിച്ചല്ലേ? അല്ല, എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞല്ലോ. കല്യാണം കഴിച്ചതിനെ കൺഫ്രണ്ട് ചെയ്തപ്പോൾ ചോദിക്കുന്ന റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് അവര് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഫോൺ കാണുന്നുണ്ടോ, അപ്പോൾ അവനെ ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെയിം ആണല്ലോ. വ്യത്യാസം ഈ ഗവൺമെന്റ് രജിസ്ട്രേഷൻ മാത്രമല്ല ഉള്ളൂ കല്യാണത്തിൽ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ട്രെസ് റിലീഫ്, പ്രത്യേകിച്ച് മോണോഗമസ് റിലേഷൻ്റെ ആൾക്കാർ അവരൊരാളെ മാത്രമേ കാണൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജസ്റ്റ് സ്ട്രെസ്. ചീറ്റിംഗ് ആണോ? ഒരു മോണോഗമസ് റിലേഷനിൽ നിൽക്കുന്ന ഒരാള് ഫോൺ കാണുന്ന ചീറ്റിംഗ് ആണോ? ലസ്റ്റിംഗ് ഓവർ അതർ വിമൺ എന്നുള്ളതാണ് പ്രശ്നം. വേറെ വിമണില് ലസ്റ്റ് കാമിക്കുന്നത്. പക്ഷെ അത് നാച്ചുറലി ഇപ്പൊ നമ്മള് നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു അത് നമ്മൾ തിരിച്ചുണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് തൂക്കിയോ? നമുക്ക് അത് അവർക്ക് പക്ഷെ അതിൽ നമ്മൾ ആക്ഷൻ എടുക്കും. അതെ, അത് നമ്മൾ പുറത്ത് ഇപ്പൊ ഒരു പെൺകുട്ടിയോട് അട്രാക്ഷൻ തോന്നുന്നത് നമ്മൾ അവിടെ ചെന്ന് എനിക്കിങ്ങനെ ഒരു സംഭവം തോന്നുന്നുണ്ട് അവിടെ തുടങ്ങിയിട്ട് പ്രശ്നമുള്ളൂ. വല്ല BBC ഫോണൊക്കെ കണ്ടിട്ട് അവർക്ക് വല്ലതൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മള് മൂഞ്ചി. BBC ഞാൻ ഒരുപാട് കാണാറുണ്ട്. ഞങ്ങൾ ബായി ഒന്നിച്ചിരുന്നാ കാണുന്നത്. പുള്ളി BBC ന്യൂസിന്റെ കാര്യം പറയുന്നത്. ഗേൾഫ്രണ്ടുമായിട്ടിരുന്ന് ഫോൺ കണ്ടിട്ടുണ്ടോ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മഹാദേവൻ അതും ചെയ്തില്ല. കാരണം മഹാദേവൻ അങ്ങനെയല്ലോ ഗേൾഫ്രണ്ടിനെ കാണുന്നത്. എന്റെ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റിന് നിങ്ങൾ വ്യത്യാസം. അതുകൊണ്ട് എന്നോട് ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്നെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ പാർട്ട്ണർ ആവെന്ന് പറയുന്ന ഒരാളുടെ റിലേഷൻഷിപ്പ് ഫോൺ കാണുമെന്ന് ചോദിക്കേണ്ട കാര്യം. ഞാൻ മോണോഗമസ് റിലേഷനിലുള്ള ഒരാൾ അവർ പറയുന്നത് നിങ്ങൾ ഒരാളെ മാത്രമേ നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരാളിന് മാത്രമേ സ്നേഹം പ്രണയം കാമം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ
പോൺ കാണുമ്പോൾ മറ്റൊരാളുടെ നഗ്ന ശരീരം കാണുന്നു, മറ്റൊരാളോട് കാമിക്കുന്നു, അതിൻ്റെ റിസൾട്ടായിട്ട് ചിലപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്തേക്കാം. സോ ഇൻ എഫക്റ്റ് സെൽഫ് റിലയൻസിന്റെ സാധനം നമുക്ക് അങ്ങനെ അംബാനി അതിനകത്തേക്ക് വലിച്ചു സെൽഫ് ആക്സസിബിൾ ആയിരിക്കില്ലല്ലോ നമുക്ക്. അത് മാത്രമല്ല, എഫിഷ്യൻസി വേണ്ടേ? ഇത് ഒരാൾ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ, അതെ. അതില് വേറെ ഒന്നും ഇല്ലല്ലോ. ഇത് നിങ്ങളുടെ പാർട്ട്ണർ സമ്മതിക്കുമെന്ന് മാത്രമേ എന്റെ ചോദ്യമുള്ളൂ. അല്ല, ഞാൻ ഇത് നിങ്ങളുടെ പാർട്ട്ണർ അംഗീകരിക്കുന്ന പോയിന്റ് ആണോ? അയ്യോ അത് സെൽഫല്ലേ എന്ന് പറയുന്നത് അവർ അംഗീകരിക്കുമോ? സമയമുണ്ടെങ്കിൽ ഞാൻ ശരിക്കും എന്റെ പാർട്ട്ണർ തന്നെ ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെ ഒരു 20-25 മിനിറ്റിൽ സെറ്റായി ചെയ്യാം. മറ്റേത് 2-3 മിനിറ്റ് തീർത്തടുത്ത പണിക്കുമോ അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഗുണമില്ലേ? ആ 20-22 മിനിറ്റ് ഇമ്പോർട്ടന്റ് അല്ലേ? സമയം ലാഭിക്കാൻ വേണ്ടിട്ട്. ഇത് അവൾക്ക് വേണ്ടിയാണല്ലോ, എന്നിട്ട് ഇത് അവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ മാറ്റിയേക്കുന്നത് 22 മിനിറ്റും. അല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയില്ല. നമുക്ക് പല പ്രലോഭനങ്ങൾ കാണുമ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രശ്നമൊന്നുമില്ല അല്ലേ? സത്യം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ചീറ്റ് ചെയ്തില്ല. വലിയ ചീറ്റിംഗിലേക്ക് പോകാതെ ചെറിയ ചീറ്റിംഗ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ ചീറ്റിംഗ് അല്ല, ഇതങ്ങനെ ചീറ്റിംഗ് ആണ്. അതൊക്കെ സമയം ചീറ്റിംഗ്. ഇല്ല, ഇത് കുറച്ച് ദിവസം കൂടിയാണ് വലിയ ചീറ്റിംഗ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. എനിക്ക് മനസ്സിലായി. ചീറ്റിംഗ് ആണോ അതോ ജസ്റ്റ് ഒരു പ്ലിക്ക്? പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ ചീറ്റിംഗ്. നിങ്ങൾ മനഃപൂർവ്വം കുറെ ദിവസം ഗ്യാപ്പ് എടുത്ത് നിങ്ങൾ പിന്നെ നോയമ്പെടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ അടിക്കുമ്പോ ഒരു സുഖമല്ലേ? വൈകുന്നേരം എന്റെ സ്കൂളിൽ പോൺ ഫയർ ഉണ്ടായിരുന്നു, CD വരി കൊടുക്കുമായിരുന്നു. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ഇത് കണ്ടിട്ട് ജോയിൻ ചെയ്യുമ്പോൾ മെറ്റീരിയൽ കൊടുക്കുന്നല്ലേ? 4 വാക്യത്തിൽ കവിയാതെ എഴുതിക്കൊണ്ട് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണെങ്കിൽ ഇതേപോലെ അവനൊരു ഗെയിം വേണമായിരുന്നു. അല്ല, ഞാൻ പറയാം, ഈ പ്രശ്നം ശരിക്കും ആൺപിള്ളേർക്ക് ഉള്ളതെന്ന് തോന്നുന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല, പെണ്ണുങ്ങളും തുണ്ട് കാണാം. ഇപ്പം എനിക്കൊന്ന് ഭയങ്കര ഇപ്പോഴല്ല, എനിക്ക് പണ്ട് പെണ്ണുങ്ങൾ തുണ്ട് കാണാൻ, സ്കൂളിൽ വെച്ചും തുണ്ട് കാണുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ കാണുന്നു. ബാക്ക് ഇൻ അവർ ഡേയ്സ് നമ്മുടെ കാലഘട്ടത്തിൽ അത് കാണണമെങ്കിൽ കുറച്ച് എഫേർട്ട് ഇടണമായിരുന്നു. ആ എഫേർട്ട് ഇടാനുള്ള സൗകര്യങ്ങൾ പെൺകുട്ടികൾക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ കാണാറേ ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. എൻ്റെ കൂട്ടുകാരിലൊക്കെ മിക്കവാറും കോളേജിലൊക്കെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴേക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇതൊക്കെ കാണാനുള്ള സൗകര്യം. പിന്നെ അവർക്കത് കാണുമ്പോൾ മോസ്റ്റ് ഓഫ് ദ പോൺസ് മെന്നിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിത് കാണുമ്പോൾ അത്രയും ഇൻട്രസ്റ്റ് തോന്നണമെന്നില്ല. അവർ അത് ഈ എത്തിക്കൽ പോണാണ്, അതായത് കൺസെന്റ് ഫീമെയിൽ സെൻട്രിക്. ഇപ്പൊ പ്ലംബർ അങ്ങനത്തെ സെറ്റപ്പ് തന്നെയാണെങ്കിലും ഭയങ്കര അവര് ഭയങ്കര മയമായിട്ട് ചോദിച്ച് അവർക്ക് ചിലപ്പോൾ അത് പെണ്ണുങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടെ രസകരമായിട്ട് ഉണ്ടാക്കുന്ന. ഈവൻ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് മിക്കവാറും നമുക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെ, എനിക്ക് തോന്നുന്നു മിക്കവാറും പെൺകുട്ടികൾ വന്നില്ല, അവർ കാണുന്നത് കൂടുതൽ ലെസ്ബിയൻ പോണുകളാണ്. അവർക്ക് ഈ മറ്റേ പോണിനേക്കാൾ കൂടുതൽ താല്പര്യം ലെസ്ബിയൻ പോണാണെന്ന് ഞാൻ എടുത്ത സർവൈയിൽ എനിക്ക് തോന്നുന്നു. ജോണിന്റെ പാർട്ട്ണർ ഇപ്പൊ പോൺ കാണുകയാണ്, നിന്നോട് അല്ല കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അതായത് പിന്നെ ഇതൊന്നും വല്ല സംഭവം മനസ്സിലാക്കി. ഇതെന്താ ആദ്യം ചോദ്യം, ഇതെന്താ 47 മിനിറ്റ് വീഡിയോ ബേബി 3 minutes 47 minutes സെക്കൻഡ് അല്ലല്ലോ, അത് മിനിറ്റ് തന്നെയാണ്. അല്ല, കാണാറുണ്ടോ ഇല്ലെന്നല്ല നമ്മള്. അല്ല, നിങ്ങളുടെ കാണാറുണ്ട്, നിങ്ങൾ പൊക്കിയത് നിങ്ങൾ എന്തിനാ ഞാൻ പൊക്കണേ? അല്ല, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നിങ്ങളുടെ ഗേൾഫ്രണ്ട് ഇഷ്ടമാണോ? അവർ സമ്മതിക്കുമോ? അവർക്ക് ഇഷ്ടമാണോ? അവർക്ക് പ്രശ്നമില്ല, കംപ്ലീറ്റ്ലി പ്രശ്നമില്ല, നിങ്ങൾ കണ്ടോ? അങ്ങനെയാണോ മോഡ്? ഞാൻ ചോദിച്ചു, എന്റെ ഇപ്പോഴത്തെ പ്രശ്നമില്ലെന്നുള്ളത് അല്ല, അതെ ഞാൻ അറിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് എല്ലാത്തിനും നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞ സാധനം എന്തിനും. ഇത് രണ്ട് എക്സ്പീരിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അത് എല്ലാം അങ്ങനെ, കാരണം മറ്റേത് സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഇത് റിയാലിറ്റിയുമാണ്. 47 മിനിറ്റ് ഒന്നും എന്നെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അത് നമുക്ക് തന്നെ അറിയാം, അത് എഡിറ്റിങ്ങും CG ആ ഒരു വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അത് മാത്രമല്ല സിനിമയല്ലടാ, കട്ട് ചെയ്ത് പ്ലസ് കട്ട് ചെയ്തെടുക്കാമല്ലോടാ. ഇത് കണ്ടിന്യൂസ് 47 മിനിറ്റ് ഷൂട്ടല്ലല്ലോ, ഷോർട്ട് ബൈ ഷോർട്ടാണ് എടുക്കുന്നത്. പക്ഷേ അത് ഷോർട്ട് ബൈ ഷോർട്ടായിട്ടാണല്ലോ എടുക്കുന്നത്. ഷോർട്ട് ഡിവിഷൻ ഉണ്ടല്ലോ അവിടെ. എന്തിനാണ് ഇവർ 47 മിനിറ്റ് വെച്ചിരിക്കണം? നമ്മളിത് 47 മിനിറ്റ് കാണുന്നില്ല.
47 വെച്ചേക്കുന്നത് മറ്റേ ഭാവന തീർക്കണ്ടേ ഇത്ര എവിടെന്ന് പോവാൻ നമ്മളല്ല ഒരു സിനിമാറ്റിക് പ്രൊഡക്ഷൻ അല്ലേടാ അത്. ഒരു സിനിമാറ്റിക് പ്രൊഡക്ഷൻ വേണ്ട എല്ലാം എലമെന്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻട്രൊഡക്ഷൻ, ഇത്ര കാശ് കൊടുക്കുന്നവർക്ക് പണിയെടുപ്പിക്കാൻ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പ്രിമേസ് സെറ്റപ്പ്, ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഫോർ പ്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. ആ ലെവലിലെ സാധനങ്ങളാണ് ഈ 1 മണിക്കൂർ സാധനം. അത് എന്തായാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർ പ്ലേയിൽ നിന്ന് സ്ട്രിപ്പിങ്, അവിടുന്ന് പിന്നെ ഓരോ സെക്ഷനിലേക്ക്, പിന്നെ മാക്സിമം പറ്റുന്ന അത്രയും പൊസിഷൻസും ഇത് എത്ര ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു അത്ര ഉൾക്കൊള്ളിക്കുക. ഇതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ ഒരു ക്ലൈമാക്സിങ്, പിന്നെ അത് കഴിഞ്ഞ് ഒരു എൻഡിങ്. നമ്മുടെ ഒരു പിന്നെ behind the scenes അത് അല്ല അങ്ങനെ തന്നെ കിട്ടുന്ന, അല്ല അങ്ങനെ കിട്ടുന്നുണ്ട്. സെക്സിൻ്റെ മേക്കിംഗ് ഓഫ് സെക്സ് കണ്ടിട്ടുണ്ടോ? അല്ല, മേക്കിംഗ് ഓഫ് പോൺസ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനം കിട്ടും. മേക്കിംഗ് കിട്ടും. ഇങ്ങനെ ഷൂട്ടിങ്ങും ബിഹൈൻഡ് ദ സീൻസും ചെയ്യുന്നത്. അങ്ങനെ വേണം. നമ്മുടെ യസ്മ ചേച്ചി അങ്ങനത്തെ സാധനങ്ങൾ പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിൽ. ഇത് ഞാൻ പറഞ്ഞത് ഹോളിവുഡിലെ നോർത്ത് അമേരിക്കയുടെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് കിട്ടാറുണ്ട്. അത് രസമാണ്. നമ്മൾ ശരിക്കും ഒരു റിയലൈസേഷന് വേണ്ടി ആൾക്കാർക്ക് വേണേൽ കാണാം. ഇങ്ങനെയാണോ ഇത് ഷൂട്ട് ചെയ്യുന്നത്? നമുക്കൊരു തോന്നലുണ്ടല്ലോ. ഇതിവർ വന്നിട്ട് ഓക്കെ തുടങ്ങി 1 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ക്യാമറ വെച്ച് എടുക്കുന്നതാണോ എന്ന് സംശയമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് നോക്കാം. അവരത് വെച്ച് അതിന് വേണ്ട പ്രോസ്തറ്റിക്സ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് വേണ്ട എക്സ്ട്രാ കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ട്, പിന്നെ ഈ പറയുന്ന നമ്പിങ്, വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എക്സ്ട്രാ മെഡിസിൻസ്, നമ്പിങ് മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ. ഷൂട്ടിനോട് പോയി നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസമാണ് മിയ ഖലീഫയുടെ ആ വീഡിയോ ഞാൻ മുമ്പ് ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള, എൻ്റെ ഒരു കൂട്ടുകാരി പണ്ടയച്ചു തന്നിട്ടുള്ള മിയ ഖലീഫയുടെ ഇൻ്റർവ്യൂ. അപ്പോൾ പുള്ളിക്കാരി വീണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ജോൺ ജോറായി പഴയതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചുമ്മാ കണ്ടപ്പോൾ ഞാൻ എടുത്തു നോക്കിയത്. പുള്ളിക്കാരി പറഞ്ഞത് ഒരു ഗ്ലാമറസ് ഇൻഡസ്ട്രിയിലേക്ക് പുള്ളിക്കാരി വന്നു. അന്ന് 21 വയസ്സേ ഉള്ളൂ പുള്ളിക്കാരിക്ക്. പൈസ ഭയങ്കര കിട്ടുന്ന സാധനം. പിന്നെ ആൾക്കാർക്ക് പുള്ളിക്കാരിക്ക് ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു പിന്നീട്. പക്ഷേ ആളുകൾ പുള്ളിക്കാരി അട്രാക്ട് ആകുന്ന ചില ഫീച്ചേഴ്സ്, പുള്ളിക്കാരിയുടെ ബ്രസ്റ്റ് ആയിരുന്നു പുള്ളിക്കാരിയുടെ ആ ഫീച്ചർ. അപ്പം അത് ഒരാൾ വന്നിട്ട് ന്യൂഡ് മോഡലിംഗ് ചെയ്താൽ എനിക്ക് ഭയങ്കരമായിട്ട് ആരാധകരുണ്ടാവും, നിങ്ങൾ ചെയ്തൂടെ പൈസ കിട്ടുക എന്നുള്ള രീതിയിലാണ് ആദ്യം പോൺ ഇൻഡസ്ട്രി പുള്ളിക്കാരിക്ക് പരിചയമാകുന്നത്. പുള്ളിക്കാരി ഒരു സ്റ്റുഡിയോ ചെന്ന് കാണുന്ന ഭയങ്കര അടിപൊളി ഹോളിവുഡ് സ്റ്റുഡിയോയുടെ ലെവലുള്ള സ്റ്റുഡിയോ ആണ് പോൺ മേക്കിങ്ങിന് ഉണ്ടാകുന്നത്. അവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ജെൻറ്റിൽ ആൻഡ് വെൽ ബിഹേവിയറാണ്. പുള്ളിക്കാരി എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, നല്ല പേയ്മെൻറ്റും കിട്ടുന്നുണ്ടെന്ന് പുള്ളിക്കാരി വിചാരിച്ചു. പക്ഷേ അത് എഗ്രിമെൻറ്റിനകത്തൊക്കെ പുള്ളിക്കാരി പറയുന്നത് എപ്പോഴും പ്രൊഡക്ഷൻ സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായത് പിന്നീടാണ്. പൈസയൊക്കെ കിട്ടി കാണും, പക്ഷേ കൂടുതൽ പൈസ ഉണ്ടാക്കിയത് മറ്റേവരാണെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ടീമാണ് എപ്പോഴും പൈസ ഉണ്ടാക്കുന്നത്, ഇവർക്ക് അത്ര പൈസ കിട്ടുന്നില്ല. കുറേ നാൾ ചെയ്ത് പുള്ളിക്കാരി നിർത്തി. പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് ആൾക്കാർ എന്നെ കാണുന്നത് എനിക്ക് നിർത്താൻ പറ്റത്തില്ലെന്നൊരു പോയിന്റ്. അതായത് പുള്ളിക്കാർക്ക് ISISന്റെ വാണിംഗ് അടിച്ചായിരുന്നു. ഇനി അവിടെ വന്നാൽ തട്ടിക്കളെങ്കിൽ പുള്ളിക്കാരി ലെബനി ഏത് ഫോണിൽ അഭിനയിച്ചാലും കൊല്ലുന്നുണ്ട് പുള്ളിക്കാരി. അല്ല അത് അങ്ങനെയല്ല, അവിടെ അവരുടെ കയ്യിൽ കിട്ടിയ തട്ടുന്നൊരു സാധനമുണ്ട് പുള്ളിക്കാരിക്കെതിരെ. അവര് കാണുന്നുണ്ട് ഓൾറെഡി ചെയ്ത്. അത് ശരിയാണ്, കാണുന്നുണ്ട്. അല്ല അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്യണേലെല്ലാം ഈ സാധനം ഇട്ടിട്ടാ ചെയ്യുന്നത്. ഹിജാബ് ഇട്ട് ചെയ്യുന്ന കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. ഇല്ലാത്തതുണ്ട് കേട്ടോ, അല്ല എല്ലാം കണ്ടിട്ടില്ലാത്ത. അല്ല ഇല്ലാത്തത് ഉണ്ടായിക്കോട്ടെ ഉള്ളു. ഇത് കുറെ ഉണ്ട് എന്നാ പറയണേ. അത് വന്നപ്പോഴാണ് പ്രശ്നം വന്നത്, അല്ലാണ്ട് ഇല്ലാത്തത്. ലിങ്ക് താഴെ ഇട്ടാലും നമുക്ക് പിൻ ചെയ്യാം. നീ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതാണ് ദീപക്? ഏറ്റവും ബെസ്റ്റ് ഓക്കെ, നിന്റെ ഹോളിവുഡിലെ നിനക്ക് ഇഷ്ടമുള്ള, അതായത് മറ്റേ പ്രൊഫഷണൽ പോൺ സ്റ്റാർസ് ഇഷ്ടമുള്ള പോൺ സ്റ്റാർസ് മാധവനോട് ചോദിക്കത്തില്ല. അദ്ദേഹം 25 ലിസ്റ്റ് പറയാം, അത് വേണ്ടത് വിട്ടേക്ക്. 25 പേരുടെ പേര് പറയും. ഇതിന്റെ ലീഗൽ സൈഡിനെ കുറിച്ച് ഡാനിയൽസ് എന്താ ഇത് പറയാൻ പാടില്ലെന്നോ? അല്ല നമ്മളുടെ ഇടയിലൊരു ഞാൻ കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടോ, അത് പറഞ്ഞിട്ട് പോകാം. ടാർസൻ അത് പഴയ ഇതാ. ഞാൻ കാണാറുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ. നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ അവരെ ഗേൾഫ്രണ്ട് പോലെയാണ് കാണുന്നത്. ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി കണ്ട പോലെയാണല്ലേ ആദ്യത്തെ. പക്ഷെ ഇതിന് മൊത്തത്തിലൊരു എനിക്ക് ഒരു ധാരണയുണ്ട്. അതായത് ഇത് കാണുന്നത് ഇല്ലീഗലാണോ എന്നൊരു സംഭവമൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും ഇല്ലീഗൽ ആണെന്നാണ് സർക്കാർ പറയുന്നത്. അല്ല ഇത് ഷെയർ ചെയ്യലാണ് ഇല്ലീഗൽ. നീ ഒരു ഇത് വേറൊരാൾക്ക് അയച്ചു കൊടുത്താ നിന്റെ എത്രയും. അല്ല പിന്നെ ഡൊമൈൻ ബ്ലോക്ക് ചെയ്യുന്നതിനാണ് ഇവർ സർക്കാർ ഡൊമൈൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ലീഗൽ അല്ല കാണുന്നത് ഇല്ലീഗൽ അല്ല, ബാനാണോ ഇല്ലെന്നുള്ളതല്ല കാണുന്നത്. നീ കാണുന്നതുകൊണ്ട് നിനക്കെതിരെ കേസെടുക്കലോ പരിപാടി ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 140 കോടി പേരുടെ പേര് അങ്ങനെ നടക്കത്തില്ല, അതുകൊണ്ടാണ് നടക്കാത്തത്. ഇത് ഫോർവേഡ് ചെയ്ത് ഇതാണ് കേസെടുക്കാം. നീ ഒരാൾക്ക് നിന്റെ ഗേൾ ഫ്രണ്ടിനാണെങ്കിൽ പോലും ഒരു സൈറ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കെതിരെ കേസെടുക്കാം. അങ്ങനെ സാധനം ഉണ്ട് എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അല്ല ഇടയ്ക്ക് വെച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നല്ലോ ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ പെട്ടെന്നൊരു ന്യൂസ് വന്ന് അഡ്മിനെ പൊക്കും എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഗ്രൂപ്പ് ടെലിഗ്രാമിൽ ഇപ്പോഴും. ടെലിഗ്രാമാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല സോഴ്സ്.
പോൺ കാണുന്നത് ഇല്ലീഗലാണെങ്കിൽ നമ്മളെല്ലാരും ഈ വീഡിയോ ഇറങ്ങുന്നതിന് ശേഷം കേസ് സ്വമേധയാ കേസെടുത്ത് ഞാൻ പണ്ടത്തെ കഥയാണ് പറഞ്ഞു, ഇപ്പൊ അതൊക്കെ ഓർക്കുക. ഞാനതേ പണ്ടത്തെ എനിക്ക് പേടിയില്ലെന്ന്, ഞാൻ ഇപ്പോഴത്തെ കഥ തന്നെ പറഞ്ഞു, കേസ് വരണമെന്ന്. അങ്ങനെ കേസ് വന്നാൽ ഈ നാട്ടിലുള്ള ആരെയൊക്കെയാ ആർക്കെതിരെ കേസ് എടുക്കാൻ പറ്റാത്തത്? പാർലമെന്റ് ഇപ്പോൾ അത് തന്നെ. പാർലമെന്റ് ഇതിപ്പോ നിയമസഭയിലാണോ അതോ കേന്ദ്രത്തിൽ? അല്ല, ഇത് കേസ് വന്ന ഇവിടെ പാർലമെന്റിലാണോ? ഒരു സൗത്ത് ഇന്ത്യൻ MP ആണെന്ന് തോന്നുന്നു പിടിച്ചത്. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടറിന്റെ ഒരു ടാബ് ഹോട്ട് നഴ്സ് തുറന്നു നടക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അതിങ്ങനെ സൈഡിൽ ടാബ് നടക്കണേല് എക്സ്പീഡിയസ് ഹോട്ട് നഴ്സ് അങ്ങനെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ പ്രലോഭനം വന്നപ്പോ പുള്ളി ഒരു മാന്യനായതുകൊണ്ട് പുള്ളി റിക്രൂട്ട്മെന്റിന് വേണ്ടി എന്തെങ്കിലും സൈറ്റ് നോക്കി. ചുമ്മാ നീ ആവശ്യമില്ലാതെ ഡോക്ടർമാരെ പറ്റി പറയല്ലേ ജോണെ, സപ്പോർട്ട് ഡിഫെൻഡ് ചെയ്യ ഡോക്ടർമാരെ. പുള്ളി നേഴ്സ് റിക്രൂട്ട്മെന്റിന് വേണ്ടി എന്തോ അല്ല, അങ്ങനെ പല നമ്മുടെ ട്യൂഷൻ സാർ ഇതുപോലെ തലവേദനയാണെന്ന് പറഞ്ഞ് പുള്ളിയുടെ റൂമിൽ പോയി കിടക്കാം. എന്നിട്ട് പുള്ളിയുടെ മെത്തേഡ് താരം മൊത്തം തുണ്ടായിരുന്നു. പുസ്തകല്ലേ, തുണ്ട് പുസ്തകങ്ങളും CD-കളും അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. അല്ല, ഇതൊരു അഡിക്ഷനും ഒരു മാനസിക വൈകല്യവുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര അല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണുന്ന തന്നെ മാനസിക വൈകല്യം എന്ന് പറയേണ്ടി വരും. പെർവേർഷൻ ആണല്ലോ ഇത്. ബേസിക്കലി വേറൊരാളുടെ കാണാനുള്ള ആഗ്രഹം. ഒക്കെ പ്രശ്നം വരുന്നത് നീ ഇത് കാണുമ്പോ നീ എന്ത് ചെയ്യണമെന്നുള്ളതല്ല, ഇതെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ കുളിമുറിയുടെ മുകളിലേക്ക് തല എത്തിച്ച് നോക്കാൻ വരുമ്പോഴും കുളി സീൻ അടിക്കാൻ നടക്കണം വേറൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് എപ്പോ കിടക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമാണെന്നുള്ളൂ. ഇല്ല, നീ ഇത് കണ്ടു, നീ കക്കൂസ് എന്തെങ്കിലും ചെയ്ത്. അല്ല, അതൊരു മാനസിക ഈ പറഞ്ഞ പ്രശ്നമാണെന്നുള്ളത്. അതെ, നമുക്ക് ഇത് വലിയ മാനസികം എന്ന് പറയുമ്പോൾ ആൾക്കൊരു എന്തോ വലിയ പ്രശ്നം. എല്ലാവർക്കും ഇവിടെ മാനസിക പ്രശ്നങ്ങളുണ്ട്, പല രീതിയിലുള്ളത്. അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ വേറൊരാളിനെ ബാധിക്കുന്ന ലെവലിൽ എത്തുമ്പോഴാണല്ലോ ആൾക്കാർ അവന് ഭ്രാന്താന്ന് പറയുന്നത്. സത്യത്തിൽ എല്ലാവർക്കും കുറച്ച് വട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഇതൊരു മാനസിക പ്രശ്നമാണ്. മറ്റൊരുവന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ മാനസിക പ്രശ്നം എല്ലാവർക്കും ആ ലെവലിലോട്ട് വേറെ ലെവലുണ്ട്. അതായത് വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല, എന്ത് കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഇതിരുന്ന് കാണുക എന്ന് പറയുന്നത് ഒരു കൂടിയ വൈകില്ലല്ലേ. സോഷ്യലി ഓക്വേർഡ് ആവുക, പെണ്ണുങ്ങളെ എക്സസീവ്ലി ഒബ്ജക്ടിഫൈഡ് ഐസി കൂടെ കാണുക. ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പോൺ കുറെ കണ്ടുകൊണ്ട് ആൾക്കാർക്ക് ഈ കമ്മിങ്ങിലാണ് ഭയങ്കര ഫോക്കസ്. സെക്സ് ചെയ്യുമ്പോഴും റിയൽ ലൈഫ് സെക്സിലും കം ചെയ്യുക, അതിലോട്ടാണ് ഭയങ്കര ഫോക്കസ്. അത് പോൺ കണ്ടോണ്ടല്ല, എനിക്കൊന്ന് ഹ്യൂമൻ ഇത് സൈക്കോളജി അങ്ങനെയാണെന്ന് എനിക്കുന്നത്. അതായത് മാക്സിമം പ്ലഷർ എന്നൊരു സാധനം ഉണ്ടല്ലോ. നമുക്കിപ്പോൾ മുട്ടായി ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് അലുത്ത് കഴിക്കാം, ചവച്ചരച്ചും കഴിക്കാം. അപ്പോൾ ചവച്ചരയ്ക്കാൻ ഒരു ടെൻഡൻസി ഹ്യൂമൻ നേച്ചറാണ്. അതായത് മാക്സിമം എടുക്കുക എന്നുള്ളത്. അതാണ് ട്രെയിൻ ചെയ്യേണ്ട ഒരു സംഭവം. അത് ട്രെയിൻ ചെയ്താണ് നമ്മളിങ്ങനെ അലിച്ചരിച്ചരിച്ച് ഇറക്കിയാൽ കുറേ സമയം നമുക്ക് നിൽക്കാന്നുള്ളത്. എല്ലാത്തിനും ടൈമിങ് അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് പോൺ കാണുന്നതുകൊണ്ട് മാത്രമല്ല, ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ്, മാക്സിമം എടുക്കുക എന്നുള്ളത്. അതും തെറ്റില്ല. അങ്ങനെ ചെയ്യേണ്ടത്. കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ വീണ്ടും ടേസ്റ്റ് ചെയ്യണം. ആ മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പോവാം. അല്ല, ഞങ്ങൾക്ക് ഇതുണ്ട്, പ്രീക്കാനുണ്ട്. ഈ കല്യാണത്തിന് മുമ്പ് ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കും. അത് ശരിക്കും വേണ്ട ഒരു സ്കൂൾ ലെവലിൽ വേണ്ട ഒരു സാധനം. അല്ലാണ്ട് അതൊരു കല്യാണത്തിന് ക്രിസ്ത്യാനികൾ മാത്രം പഠിക്കേണ്ട കാര്യമല്ലല്ലോ. ജയ് ഏതാ കാണുന്നത് അത് നമുക്കൂടെ സെൻഡ് ചെയ്യണം, അത് ഞങ്ങൾക്കൂടെ സെൻഡ് ചെയ്യണം. അല്ല, അതിൽ ക്ലാസ് എടുക്കുമ്പോ ഈ പറഞ്ഞ പോലെ അച്ഛന്മാര് മാത്രമൊന്നുമല്ല വരുന്നത്, ഇങ്ങനെ ഡോക്ടേഴ്സ് ഉണ്ടാവും, അവരുണ്ടാവും. എന്റെ ഒരു ഫ്രണ്ടിന്റെ പ്രീക്കാനത്തിന് പോയി അയാൾക്ക് 5 പിള്ളേരുണ്ട്. ഫാമിലി പ്ലാനിങ് പഠിക്കും. ഓ, അത് വേറൊരു സംഭവം. അല്ല, അപ്പൊ ഇതില് ഫാമിലി പ്ലാനിങ് പഠിപ്പിക്കില്ല. ഫാമിലി പ്ലാനിങ് എന്താന്നുള്ളത് പറഞ്ഞുതരും. പക്ഷെ അത് അവര് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇതിൽ പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സംഭവങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയുന്നത് സ്ത്രീ കടലാണ്. അതായത് അത് ചൂടാവാൻ കുറേ സമയമെടുക്കും, അത് തണുക്കാൻ പറഞ്ഞാൽ പുരുഷൻ കരയാണ്, പെട്ടെന്ന് ചൂടാവാൻ പെട്ടെന്ന്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം, അല്ലാണ്ട് അങ്ങോട്ട് ഓടി അങ്ങോട്ട് കയറി ചെല്ലരുത്. ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ട്. സിനിമ ആളുകളെ സ്വാധീനിക്കുമെന്ന് പറയപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ സ്വാധീനിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോൺ അവരെ സ്വാധീനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് റിയലൈസേഷനും റിയലിസ്റ്റിക് എക്സ്പീരിയൻസിലേക്ക് റിയലൈസേഷന് വേണ്ടി എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്.
പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ. പോൺ എഡ്യൂക്കേഷൻ അല്ലാതെ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടാകുന്നത് രണ്ട് സാധനന്നുള്ളതൊരു ധാരണ. പോൺ സിനിമ കാണുന്ന ഫണ്ണിൽ നമ്മൾ വിജയപടത്തിൽ ഇങ്ങനെ പറന്നടിക്കുമെന്ന് പറയുന്നത് ഇവിടെയും പറന്നടിക്കും എന്നുള്ള ബോധം ആൾക്കാരുണ്ടാണ്. അത് ജനറൽ ലൈഫിൽ നമുക്ക് വിജയെ പോലെ പറന്നടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുപോലെ ജോണി സിൻസിയെ പോലെ നമുക്ക് പറന്നടിക്കാൻ പറ്റത്തില്ല എന്നുള്ള ധാരണ ആണിനും പെണ്ണിനും ഉണ്ടാവണം എന്നുള്ളതാണ് വേണ്ടത്. ആ കുരുവിക്കകത്ത് പറന്നടിക്കുന്നുണ്ട് വിജയ്. ഇതിനകത്ത് ജോണി സിൻസ് ചിലപ്പോൾ നിലത്താണെന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അടിച്ച് പറത്തുക. പ്രിയാനത്തില് നിങ്ങളൊരു കുട്ടിയിൽ നിർത്തണം അങ്ങനത്തെ സാധനം ഒന്നും പറയില്ല. ഒരു എല്ലാ കമ്മ്യൂണിറ്റിയുടെയും അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ അവർ പറയാ ഇമ്പോർട്ടന്റ്. നമുക്ക് നമ്മൾ വളരുമ്പോൾ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഇല്ല അല്ലേ? അങ്ങനെയല്ലേ? ഫീമെയിൽ പ്ലഷർ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണെന്നുള്ളത്. എനിക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാതെ എനിക്ക് എവിടുന്ന കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇത് ശരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ വായനയുടെ ആയിരിക്കും എനിക്കത്. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് രണ്ട് കൂട്ടർക്ക് ഒരുപോലെയാണെന്ന് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഞാൻ ഇന്നലെ പഠിച്ച് പറഞ്ഞതല്ല. ഞാൻ എൻ്റെ കുറേ നാളായിട്ട് ഇത് രണ്ടുപേർക്ക് ഒരുപോലെ വേണ്ടതാണ്. സത്യത്തിൽ ഇതിനകത്ത് നമുക്ക് ഏറ്റക്കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ കാരണം തന്നെ ഇവിടുത്തെ സൊസൈറ്റിയുടെ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികൾക്ക് കാണാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങൾക്ക് കാണാനുള്ള ലെവലിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. രണ്ട്, ഇത് കാണാൻ വേണ്ടിയുള്ള അവർക്കുള്ള സാഹചര്യം നമുക്കുള്ളത്തെ സാഹചര്യം അവർക്കില്ല. പല പെൺകുട്ടികളും കാണാത്തത് വീട്ടിനകത്ത് ഇത് കാണാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും ചില ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട എൻ്റെ ഫോണിൽ ഞാൻ കണ്ട ഇത് ആരെങ്കിലും കണ്ടുപിടിക്കത്തില്ല എന്നുള്ള പേടിയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ആവശ്യമില്ലെന്നല്ല അങ്ങനെ അത് ശരിയാ. പിന്നെ അല്ലെങ്കിൽ അവരിത് കണ്ടുകൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. മിക്കവാറും അവർക്ക് കുറേ ആളുകൾക്ക് എനിക്കൊന്ന് വായനയാണ് അവരെ സംബന്ധിച്ച്. നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് വായനയാണ് വീഡിയോയേക്കാൾ കൂടുതൽ പ്രിഫറൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോൺ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജോ? എല്ലാ സാധനവും അധികമായ പ്രശ്നമാണ്. ഒരുപാട് കാണുന്ന ഒരാളെന്ന നിലയിൽ നിന്നോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് കൊള്ളാം, അത് നല്ല മാത്രമായിട്ടൊരു റീൽ കിട്ടി ഇറക്കണത്, സ്റ്റാറ്റസ് ഒക്കെ ഇടണം. ഫോൺ കാണുന്ന പ്രശ്നമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് എല്ലാ സാധനത്തിനും പ്രശ്നമില്ലാത്തതുണ്ടല്ലോ. ചോറ് ഒരുപാട് കഴിച്ചാലും പ്രശ്നമില്ല. അളവ് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമില്ല. ദിവസം ഒരു 3 വീഡിയോ അങ്ങനെ ഒരു ദിവസം മാക്സിമം ടൈം കണ്ടിട്ടുള്ളത് എത്രയാണ്? ഞാനൊരു സിനിമ കാണുന്നതിനൊക്കെ കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും കാണാറൊന്നുമില്ല. അതെ, എന്റെ സ്കൂളിൽ എടുത്തുണ്ടായിരുന്നു. അവനെ 47 നേരത്തെ വിളിച്ചോണ്ടിരുന്നു. എന്താ ഒരു ദിവസം 47 പ്രാവശ്യം. അതൊക്കെ നമ്പ മുടിയുമാ മച്ചാ. 47 നമ്മുടെ ക്ലാസ്സിൽ അതൊന്നും നടക്കത്തില്ല. 6-8 വരെ സ്കൂളിൽ നമ്മൾ ഭയങ്കര സാധനത്തിനെ കാണുന്നു കഷ്ടം തോന്നി. വാശിക്കൊക്കെ പിള്ളേർ സംസാരിക്കുമ്പോ 6 പോകും. ഇടയ്ക്കല്ലേ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അവര് ഒരു ദിവസം കല്യാണത്തിനൊക്കെ പോയെന്ന് ഇത് തുടങ്ങുന്ന സമയത്ത് ഈ സ്കൂളിലെ ഡിസ്കഷൻ ആൾക്കാർ പറയും 6 to 9 ഒക്കെ ആൾക്കാർ യൂട്യൂബിൽ നമ്പർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെയും ഇമാജിൻ ചെയ്യാവുന്ന ഫിഗേഴ്സ് ആണ്. 47 പറഞ്ഞ ജീവനോടില്ല. ഏതൊരു പയ്യൻ മരിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഫോർവേഡ് ആയി വന്ന ഫേക്ക് ന്യൂസ്. വാട്സപ്പ് അമ്മാവൻ അല്ല, ചിലപ്പോ മരിച്ചിട്ടുണ്ടാവും. മരിച്ചതിന്റെ റീസൺ അന്വേഷിച്ചപ്പം ലാസ്റ്റ് ഫോൺ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആൾക്കാർ അങ്ങനെ പറയും, എടാ ഞാൻ പറഞ്ഞത് അത് പക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചായിരിക്കും. 15 അടിക്കാൻ പറ്റൂല. 15 അടിക്കാൻ പറ്റൂല. നീ പറഞ്ഞ 6 വേണമെങ്കിൽ ഓക്കെ നമ്പർ അതെനിക്ക് ഉറപ്പാണ്. ഒരു ദിവസം 4 പറ്റും, എനിക്ക് ഉറപ്പാണ്. അതായത് ഇപ്പോഴൊന്നും അല്ല പറയുന്നത്, ഇത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നാലും എനിക്ക് ബാക്ക് ടു ബാക്ക് ഒന്നും പറ്റത്തേ ഇല്ല. വേറെ ഇതുപോലെ എന്റെ ഒരു ഫ്രണ്ട്, കൊറേ പൊട്ട കൂട്ടുകാരുണ്ട് പണ്ടേ. അത് നൈസായിട്ട് അടിച്ചില്ല. പൊട്ട കൂട്ടുകാർ ഇപ്പൊ മാത്രമല്ല പണ്ടും ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരുത്തനാണെങ്കില് അവനാണെങ്കിൽ പുതിയ കമ്പ്യൂട്ടർ മേടിച്ചു വീട്ടില്. അങ്ങനെ അവനാണെങ്കിൽ ഫിഫയുടെ ഗെയിം വേണം. അപ്പോൾ ഫിഫയുടെ ഗെയിമിന് വേണ്ടി ഇവനാണെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ച് അവനാണെങ്കിൽ ഒരു CD-യിൽ ഫിഫ മുകളിൽ റൈറ്റ് ചെയ്ത് കൊടുത്തു. ആ CD-യിൽ ബാക്കിയെല്ലാം തുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ്റെ അച്ഛൻ ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ കാണുന്നത്. അപ്പോൾ ഇവൻ ഫിഫ അപ്പോൾ പുള്ളി ഒന്ന് ഇങ്ങനെ ക്ലിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ തുണ്ട് വന്നു. എന്നിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞില്ല. പുള്ളിക്ക് അത് ഓണായി. പുള്ളി ഇങ്ങനെ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള വീട്ടിലൊക്കെ വിളിച്ച് അങ്ങനെ അവനെ ഫിഫ എന്നാണ് വിളിക്കുന്നത്. അത് എന്താ നക്കണം. വേറെ ഒരു തന്നെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. കാരണം അവൻ ഒരു പ്രാവശ്യം
ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഭയങ്കര കിള്ളം വിറ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ലിങ്ക് എല്ലാവർക്കും ഒക്കെ അയച്ച് നമ്മൾ പോയി നോക്കിയപ്പോൾ ഏതൊരു അമ്മച്ചി MMS. നിങ്ങൾക്ക് MMS കാണാൻ ഇഷ്ടമാണ്? പണ്ട് കാണുമായിരുന്നു. ഇപ്പം അങ്ങനെ MMS എന്ന് പറയാൻ പാടില്ല. അതിന് ഞാൻ എല്ലാം ഒരേ ക്ലാരിറ്റിയിലേക്ക് വരുന്നത്. രാജേഷ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. രാജേഷ് ഓർമ്മയില്ല? ആക്സിസ് ബാങ്ക് അങ്ങനൊക്കെ പല പേര്. രാജേഷ് എന്നാണ് ആ ക്യാരക്ടറിലെ ഹീറോയുടെ പേര്. നായിക എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ആലോചിക്കുന്നത്. അത് പക്ഷെ പല കഥയിൽ ഇപ്പൊ റീസെന്റ് അത് രാജേഷ് പോലെ പോപ്പുലറാണ് തുളസി എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ ഇത് രണ്ടിന്റെ അതായത് പ്രൊഫഷണൽ പോൺ അല്ലാതെ തുണ്ടിറങ്ങുന്നുണ്ടല്ലോ കുറെ നാളായിട്ട്. അത് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ. അത് ഒരാളുടെ 10-15 വീഡിയോസൊക്കെ പടാന്ന് ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും അവർ ഭയങ്കര പോപ്പുലർ ആയിരിക്കും. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങി ജീവിക്കാൻ പാടായിരിക്കും. ഇവരെ ആത്മഹത്യ ചെയ്ത് നാട് വിട്ടുന്നൊക്കെ പല കഥകളുണ്ട്, നമുക്കറിയത്തില്ല. ഈ പോണിനകത്ത് വേറൊരു പ്രശ്നം അതാണ്. പോൺ കാണുന്നതിനകത്ത് പ്രശ്നം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാളുടെ പേഴ്സണൽ സാധനം നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ അയാളെ പേഴ്സണലി ട്രോൾ ചെയ്യരുത്. ഇല്ല, നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ കാണരുത്. ഞാൻ പ്രൊഫഷണൽ വീഡിയോസ് മാത്രമേ കാണൂ. പ്രൊഡക്ഷനിലുള്ള നല്ല പടങ്ങളൊക്കെ കാണുന്നില്ല. കൺസെന്റ് എടുത്തിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുള്ള പരിപാടി അല്ലാതൊരു പരിപാടിയില്ല. പോണിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പോണിനകത്ത് ആൾക്കാർ കാണുന്നതിന് മൊറൽ പ്രശ്നം എന്ന് പറയുന്നത് വേറൊരാളുടെ പ്രൈവസിയിലേക്ക് നമ്മൾ എത്തി നോക്കുന്നത് അവർക്ക് ഇഷ്ടമേ അല്ലാത്ത വിധത്തിലാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ എൻ്റെ മറ്റേ നിഷ്കുമായിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ കലിപ്പ് വരും. ഉമ്മാരുന്ന് ചതിച്ച് എടുത്താണല്ലോ എന്നുള്ള സാധനം തോന്നുന്നു. കാരണം ഉമ്മാർക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അത് വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നത് ഒരു ഭയങ്കര വൃത്തിയായിട്ട പരിപാടിയാണ്. എല്ലാ സാധനങ്ങളും വീഡിയോ എടുത്ത് അവർ പോസ്റ്റ് ചെയ്യുന്ന ആവണമെന്നില്ല. എല്ലാ സാധനവും അവർ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ആവണമെന്നില്ല. അവിടുന്ന് പോവാം, ഫ്രണ്ട്സ് ചതിച്ചു കൊണ്ടുപോകുന്ന. പിന്നെ ഈ എടുക്കാനുള്ള വീഡിയോക്കകത്തുള്ള കോൺവെർസേഷൻ ഒക്കെ എനിക്ക് ആ പ്രായത്തിൽ ഭയങ്കര മോശമായിട്ട്. ഈ ഫോണിനകത്ത് തന്നെ നമുക്ക് നമ്മളിന്ന് നിൽക്കുന്ന സാധനത്തിന് വേണമെങ്കിൽ ഗൂഗിളിന് പോലും നമ്മുടെ ഫോണിൽ കിടക്കുന്ന വീഡിയോ എടുത്ത് പുറത്തിടാൻ പറ്റും. നമ്മൾ അങ്ങനെ ഗൂഗിളിന് ആക്സസ് കൊടുത്തിട്ടേക്കും നമ്മുടെ ഫോണിൽ. സോ ഇത് ഭയങ്കര റിസ്കി ഗെയിമാണ് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇല്ല, ഇപ്പൊ ഒരാൾ പോൺ കണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി, അയാൾക്ക് മറ്റേതിലോട്ട് താല്പര്യമില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേസസ് ആയിട്ടുണ്ട്. ഡോക്ടർ പോണ്ട് അഡിക്ഷൻ പ്രശ്നങ്ങളായിട്ട് പറയുന്ന സാധനങ്ങൾ ഒന്നാണ്. മറ്റേ റിയൽ സെക്സിൽ ഒരു താല്പര്യമില്ല അവർക്ക്. മാസ്റ്റർബേറ്റ് ചെയ്യുന്നതും പോൺ കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം. ആ പറയുന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അവരുടെ ഏറ്റവും വലിയ പ്ലഷർ. അവർക്ക് ഏറ്റവും പ്ലഷർ കിട്ടുന്ന സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അതുപോലെ ഇത് കണ്ടിട്ട് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് ആൾക്കാർ ഡിസപ്പോയിന്റഡ് ആവുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് സൈസ് കമ്പാരിസൺ, ടൈമിംഗ് കമ്പാരിസൺ, പിന്നെ അതേപോലെ ഭയങ്കര മറ്റേത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടല്ലേ ശരിക്കും ബോഡി ഹെയറും സാധനമൊക്കെയാണ്. ഉണ്ടാവും. ആൾക്കാരുടെ ഇത് പല കാര്യങ്ങളിലും സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ അല്ല പുറം ലോകം എന്നുള്ളത് പോലെ തന്നെയാണ്. അവർക്ക് CG ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, പിന്നെ ഭയങ്കര ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്താണല്ലോ ചെയ്യുന്നത്. അല്ല, എല്ലാം ക്രിയേറ്റ് ചെയ്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യില്ല. ഇത് രണ്ട് കൂട്ടർക്കും, ആണിനും പെണ്ണിനും ഈ പറഞ്ഞ കമ്പാരിസൺ പ്രശ്നങ്ങളും ഇത് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് പോണിന്റെ പ്രശ്നങ്ങൾ. പോണിൽ അഭിനയിക്കാൻ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുമോ? എന്നെ നല്ല പേയ്മെന്റ് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ പോകും. എത്രയാണ് ആ പേയ്മെന്റ്? കാണുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പം ഞാനാണെങ്കിൽ മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് എസ്മയ്ക്കകത്ത് അഭിനയിക്കാൻ പോകുമോ എന്നൊക്കെ ചോദിച്ചു പിള്ളേർ. പിള്ളേർ ഞാൻ എസ്മയ്ക്ക് അഭിനയിക്കുന്നൊക്കെ ഞാൻ റീലിട്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിയിലാണെങ്കിൽ പിള്ളേർ വന്നിട്ട് അതിൻ്റെ ലിങ്കൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എസ്മയെ വിളിക്കുന്ന ഓഡീഷനാണ്. പക്ഷേ എസ്മയ്ക്കകത്തൊക്കെ 5,000, 10,000, 25,000 പേയ്മെൻറ്റ് ഉള്ളൂ. ഞാൻ അങ്ങനെയല്ല, ലാക്സിൻ്റെയും ക്രോർസിൻ്റെയും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തായാലും വൺസ് ലൈഫ് ടൈം വരുവാണെങ്കിൽ അത് തീർന്നതോടുകൂടി. അപ്പം അല്ല, ഇത് അങ്ങനെ വിളിക്കാന്നില്ല. അങ്ങനെ ഒരു സാധനം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. ചെയ്യുന്ന തെറ്റാണെന്ന്. 1 ലക്ഷം പോരാ, 10 ലക്ഷം രൂപ എങ്ങനെ കുറഞ്ഞു എസ്മയ്ക്കകത്ത്. ഇല്ല, എസ്മയ്ക്കകത്ത് ഒരു കോടി ചോദിച്ചിട്ടാണ്. എസ്മയ്ക്ക് അതിനുള്ള മാർക്കറ്റിൽ തന്നെ. പക്ഷേ ഹോളിവുഡിൽ നിന്ന് വിളി അവർക്കൊരു സാധനം, കേരള സാധനം അവർക്ക് പിടിക്കുന്നു. അങ്ങോട്ട് അയക്കാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ആണോ? അങ്ങനെ അങ്ങോട്ട് പോയാൽ അവന്മാർ പേയ്മെൻറ്റും തരില്ല. ചെയ്യാൻ പറ്റും. കാരണം അവർ നല്ല ഹെൽത്ത് സൈസുള്ള ആൾക്കാരെയൊക്കെ വിളിക്കണം. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലെന്ന്. അത് തന്നെ. അവർ 20 സെന്റിമീറ്റർ ഒക്കെ നോക്കും. നമ്മൾ 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ലെന്ന്. അവിടെ അങ്ങനെ പടം വരയ്ക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അത് പടം വരയ്ക്കാൻ അവർ ചൂണ്ടയിടുന്ന പോലാണ്. ആ സാധനം ചൂണ്ടയിടാൻ കൊണ്ടു നടക്കുന്ന പോലാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. എല്ലാവരും സെൽഫ് റിയലൈസേഷൻ. ഒരു സെക്കൻഡ്, എല്ലാവരും പെട്ടെന്ന് ഒരു സെക്കൻഡ്. 8-12 പറഞ്ഞ് ഡിമാൻഡ് പറയും കേട്ടോ. വേണേ കൂട്ടി പറഞ്ഞു 8-12 പറഞ്ഞ് ഡിമാൻഡ് പറയുന്നത്. അല്ല, ആവറേജ് 13 സെന്റിമീറ്റർ. അതിലും കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഓരോന്നിനും ഓരോ രാജ്യത്തിനും ഓരോ ആവറേജ് സൈസ് ഉണ്ട്. എനിക്കൊന്ന് ഇന്ത്യൻ ആവറേജ് സൈസ് 10 to 30 അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഒരു പോയിന്റിൽ പിടിക്കത്തില്ല അവർ. 10 to 13 എന്നൊക്കെയാണ്. കൃത്യം പിടിക്കാൻ പറ്റില്ല. ഇല്ല, പറ്റത്തില്ല. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. ഇത് മേലും
അളക്കുക ഇത് വലിച്ചു വെച്ച് ഞാൻ 13 ഉണ്ടോന്ന് ചിന്തിച്ചു. മറ്റേ 15 സ്കെയില് മനസ്സിലല്ലേ ഇപ്പുറത്തെ. നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് വരാം. മഹാദേവൻ പോൺ വീഡിയോയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ പോവോ? എന്നോട് ചോദിച്ചായിരുന്നല്ലോ. നമ്മൾ പണ്ട് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ FTV കണ്ടെന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് പറയും, നമ്മളിങ്ങനെ തീരുമാനിക്കും ഞാൻ ക്യാമറമാൻ, ഞാൻ മേക്കപ്പ്, അത് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. വലുതാകുമ്പോൾ FTV ഇപ്പോൾ ഇതൊക്കെ ചെയ്യണം. അത് പാരീസിലൊക്കെ അല്ലേ ഷൂട്ട്, ഇവിടെ ആരും അറിയത്തില്ലല്ലോ. നിനക്കത് പാരീസാന്നൊക്കെ അറിയാനുള്ള ബോധമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എഴുതി കാണിക്കും പാരീസ് എന്നൊക്കെ പറഞ്ഞു. പാരീസിന്റെ ഒക്കെ മറ്റേ ഈഫിൽ ടവറാ. എന്തൊരു ഓർമ്മ. ഇതൊരു സന്തോഷമല്ലേ അതൊക്കെ. അല്ല അന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ റാമ്പിൽ ഈ മോഡൽ നടക്കുന്നതാണ് കാണാനുള്ളത്. ഈ മോഡൽ ഇവിടെ എത്തുമ്പോൾ ഇത് ആണോ പെണ്ണാണോ അങ്ങനത്തെ മോഡലുകളായി വരുന്നത്. എന്നിട്ട് മതിരുന്ന് ഇങ്ങനെ നോക്കും. അല്ല അപ്പം അങ്ങനെയൊക്കെ പറയണം. അപ്പം ഞാനും വിചാരിക്കായിരുന്നു കൊച്ചിലാണ് ഇതുപോലെ പോയി ചെയ്യാം, എത്രയോ പേര് ചെയ്യുന്നുണ്ട്, ആൾക്കാർ തിരിച്ചറിയത്തില്ല, മനസ്സിലാകത്തില്ല എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. അത് കൊച്ചിലെ. കാരണം നമ്മളാലേക്ക് കാശും കിട്ടും ഇതും കിട്ടും, വീഡിയോ എടുക്കും ചെയ്യാന്നില്ല. പക്ഷേ ചെയ്യൂല. ദീപക് ചെയ്യുവോ? പോൺ വീഡിയോസ് അഭിനയിക്കാൻ ഒരു അവസരം വന്നാൽ ചെയ്യുവോ? ചിലപ്പോ ചെയ്യും. ജോണോ? അല്ല, നിന്റെ ചിലപ്പോ ഏത് പോയിന്റിൽ നീ അത് ചെയ്യാന്ന് തീരുമാനിക്കുക. പേയ്മെന്റ് നല്ല ഡയറക്ടർ, രാജമൗലി വന്നിട്ട് ചലഞ്ചിങ് സ്ക്രിപ്റ്റ് സീലിംഗ് തൂങ്ങി കിടന്നിട്ട് ജോണോ ചെയ്യില്ല. ഓക്കെ, കുറച്ച് റീഫ്രെയിം ചെയ്യാം. ഒരു സിനിമയ്ക്കകത്ത് ശ്രീനാഥ് ഭാസി ചെയ്ത പോലെ, ശ്രീനാഥ് ഭാസി ചെയ്ത് മുരളി ഗോപി കമൽഹാസനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ന്യൂഡ് സീൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമോ? ഒരു പോപ്പുലർ സിനിമയ്ക്കകത്ത് ചെയ്തില്ല. ദീപ് ചെയ്യും, ജോൺ ചെയ്യും. ഒരു സിനിമയ്ക്കകത്ത്, ഒരു പോപ്പുലർ സിനിമയ്ക്കകത്ത് ശ്രീനാഥ് ഭാസി മഞ്ഞുമൽ ബോയ്സിനകത്ത്, മുരളി ഗോപി 1/2-നകത്ത്, കമൽഹാസൻ, മമ്മൂട്ടി, ഇവരൊക്കെ വാട്ട് എവർ ഒരു ന്യൂഡ് സീൻ ചെയ്യുമെന്നാണ് ചോദ്യം. ന്യൂഡ് ചെയ്യുമോ? നിന്റെ ന്യൂഡ് സീൻ ചെയ്യുമോ ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ടി? ഇന്റിമേറ്റ് സീൻ ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ന്യൂഡ് ചെയ്യുമോ? ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റിമേറ്റ് ചെയ്യാൻ ഭാര്യ സമ്മതിക്കത്തില്ലെന്ന് തുറന്നു പറയും. അപ്പൊ നിനക്ക് ലിമിറ്റഡ് ആക്ടറാണ് നീ. എന്റെ പൊന്നെ, ആ ലിമിറ്റുള്ള ബാക്കിയോ എനിക്ക് അഭിനയിക്കാൻ തന്നെ അറിയില്ല. അതല്ല, നിങ്ങൾക്ക് ഇന്റിമേറ്റ് സീൻ ചെയ്യാൻ ഭാര്യ സമ്മതിക്കില്ല. അത് ജോലിയല്ലേ, ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ അല്ല, ഇവൻ പറഞ്ഞത്ര ഡീപ്പായിട്ടുള്ളത് പറ്റില്ല, ചെറിയ തോതിലുള്ളത്. ഒരു കിസ് വരെയൊക്കെ സമ്മതിക്കും, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. നീ എന്തിനാ കുത്തി കുത്തി അപ്പുറത്തോട്ടൊന്നും മലയാള സിനിമ ഇല്ലല്ലോ അവിടെ. അതൊക്കെ വരും അവിടെ. ഇല്ലെന്ന് പറഞ്ഞ 1/2-നകത്തൊക്കെ നല്ല സീൻസ് ഒക്കെ ഉണ്ട്. നീ 1/2 കണ്ടിട്ടില്ലേ? 1/2 കണ്ടിട്ടില്ല? മുരളി ഗോപിയുടെയും ഹണി റോസിന്റെ ഒരു പടമുണ്ട്, ഫഹദ് ഫാസിലിന്റെ പടം. അത് ശരിക്കും പറഞ്ഞാൽ 1/2 നല്ല മൂവിയാണ്. അന്ന് അത്ര ശ്രദ്ധിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും നമ്മൾ കിസ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ച സമയത്ത് 5 വർഷത്തോളമായിട്ട് കിസ് നമ്മൾ ലിപ് ലോക്കുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. തുടങ്ങി അതും പറ്റത്തില്ലെന്ന് വിചാരിച്ച കാലം ഉണ്ടായി നമ്മുടെ ഇത്. ഇപ്പം ഇനി ഇതൊക്കെ ന്യൂഡ് സീൻസ് ഒക്കെ എന്തായാലും വരും. സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ സങ്കുചിത ചിന്താഗതിയിൽ നിന്ന്. നീ അപ്പം നിനക്ക് ഇന്റിമേറ്റ് സീൻ ചെയ്യാൻ പറ്റില്ല, ന്യൂഡ് സീൻ ചെയ്യുമോ? ഒറ്റക്കുള്ള ന്യൂഡ് സീൻ അതും ചെയ്യത്തില്ല. അത് ഇപ്പൊ ശ്രീനാഥ് ഭാസി ചെയ്തത് ന്യൂഡായിട്ട് നടന്നു പോകുന്നൊരു ലോകം ഒക്കെ ചെയ്യും. നീ അതും ചെയ്തില്ല. ദീപു? ഞാൻ ചെയ്യും. അല്ല, ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ. ഇപ്പൊ എന്നെ തുണ്ടഭിനയിക്കാൻ വിളിക്കും, ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് പൈസക്ക് വേണ്ടി ചെയ്യും. അത് പറഞ്ഞെന്ന കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതല്ല, നമ്മളെ കാണിക്കാൻ വേണ്ടിയല്ല ഇത്. ജസ്റ്റ് അവിടെ ആള് വേണം, അപ്പുറത്ത് നിൽക്കുന്ന ആക്കാൻ ഇമ്പോർട്ടൻസ്. അതൊക്കെ ഉണ്ട്. ഓൺലൈൻ ഡേറ്റിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞത് ഇതിൽ നമുക്ക് വലിയ പ്രസക്തി ഇല്ല, മറ്റേ ആൾക്ക് മാത്രമേ പ്രസക്തി ഇല്ല. എന്നാലും പക്ഷേ ഇപ്പുറത്ത് നിൽക്കാൻ ആൾ വേണമല്ലോ, അതുകൊണ്ട് ആരെയും ഇല്ല ഒരു കാസ്റ്റ് ചെയ്യും. അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഈ പോൺ സ്റ്റാർസിന്റെ പേര് പറയും, ആണുങ്ങളുടെ അല്ലെ ലേഡീസിന്റെ കുറെ പേര് പറയാൻ പറ്റും. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറീന സാന്റോസ്, കോടി, നതാഷ നൈസ്, ഹാലിയ ഹദീദ്, നമുക്കിങ്ങനെ വേണേ അങ്ങനെ നമുക്ക് 500 പേര് പറയാൻ പറ്റും. പക്ഷെ 5 ആണുങ്ങളുടെ പേര് പറയാൻ പറ്റും. ജോണി സിൻസ് വിട്, ഒരുത്തനും പറയരുത്. 5 ആണുങ്ങളുടെ പേര് പറയാം. ജോർഡി, പിന്നെ പേര് മറന്നു. ഒരു ജെയിംസ് ഉണ്ട്. ആ ജെയിംസ് ഞാൻ പറയാൻ കാര്യം പെൺകുട്ടി എന്നോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പേര്. ഞാൻ അങ്ങനെ അതാരം തപ്പി ഞാൻ പോയതാ. ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് ഫിഡലിറ്റിക്ക് വേണ്ടി അഭിനയിക്കുന്ന. അല്ല, ഈ തട്ടിൽ നമുക്കൊരു പെൺകുട്ടിയുടെ കാര്യം പറയാം, ഒരു പോൺ സ്റ്റാർ ലേഡിയുടെ കാര്യം പറയില്ല. ഞാൻ പറഞ്ഞ നമ്മൾ ഇതിനകത്ത് ആണുങ്ങൾ ഇതിൽ പ്രസക്തി ഇല്ല. ആണുങ്ങൾ വെറുതെ പാസീവ് പാർട്ട്ണറാണ്. പേര് ഓർത്തിരിക്കാൻ വലിയ പാടാ. അത് മാത്രമല്ല ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, അവർ പോലും ഓർത്തിരിക്കത്തില്ല. ശരിക്കും എല്ലാവരും നോക്കുന്നത്
ബ്ലാക്ക്ഹെഡിന്റെ ഒരു സ്റ്റാറാ. blackhead.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ജോണി സിൻസിന് മാത്രം എങ്ങനെയോ ഒരു സ്റ്റാർ വാല്യൂ ട്രോള് വന്നു പറഞ്ഞ് ആൾക്കാർ ആൾക്കാർക്ക് troll അത് ഭയങ്കരമായിട്ട് എത്തിയിട്ടുള്ളതാണ്. ബാക്കി ആരും പോപ്പുലർ അല്ല. പക്ഷെ പെർഫോമൻസ് പിടിച്ചു നിൽക്കുന്നത് മാർക്കറ്റിംഗിലല്ല, അവിടെ മാഫായത് മാനുവൽ ഫെറേറ. എനിക്ക് ഈ വക അറിവില്ല. അല്ലെങ്കിൽ തന്നെ വീട്ടിലെ ഭാര്യയുടെ അനിയത്തിയുടെ പേര് വെച്ച് പിന്നെ അറിയത്തില്ല. പിന്നെ ഞാൻ 2 വർഷം മുന്നേ 2-3 വർഷം മുന്നേ ഒക്കെയാണ് ചെറവറ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതെന്തുകൊണ്ട് മഹാദിന് ഇപ്പൊ എന്താ സംഭവിച്ചു ശ്രദ്ധിക്കാതിരിക്കാനും മാത്രം? അല്ല, ഞാൻ കുറെ കാര്യങ്ങളിലൊക്കെ ഇച്ചിരി മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. ഏത് കാര്യത്തിൽ? ഞാൻ റെഗുലർലി ഒക്കെ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഡോക്ടറിനെ കാണിച്ചില്ലേ? ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിതുവരെ ലിമിറ്റ് ചെയ്യുന്ന ഒരു അഡിക്ഷൻ എന്നുള്ള സാധനം തോന്നുന്നില്ലല്ലോ എന്നുള്ളപ്പം അങ്ങനെ. അല്ല, ഈ പറഞ്ഞ പോലെ ലിസ്റ്റൊക്കെ ചടവറ പറയായിരുന്നു. കാരണം ഇതാണ് മേജർ പരിപാടി. എന്നുവെച്ചാൽ ഭയങ്കര വിനോദം. എനിക്ക് നോട്ടി അമേരിക്ക ബ്രേസേഴ്സ് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള? എനിക്കെല്ലാം ഇഷ്ടം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അതിനകത്ത് വേർതിരിവൊന്നുമില്ല. ആക്ച്വലി ഈ പറഞ്ഞ മറ്റേ പ്രൊഡക്ഷൻ്റെ അവരുടെ അല്ലാതെ സൈറ്റാണ് കുറച്ചുകൂടെ. നമ്മൾ കുറേ സൈറ്റ്സ് ഞാൻ ഈ പറഞ്ഞ ഞാൻ സൈറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. കുറേ സൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളിങ്ങനെ പുതിയൊരു സൈറ്റ് എന്ന് വെച്ചാൽ പുതിയ ഒരു കുറേ ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ. കാരണം അതിൻ്റെ ഈ അതിന് മാറ്റം ഉണ്ടായിരിക്കും. മൊത്തത്തിൽ ഒരു നമ്മൾ ചിലപ്പോൾ പണ്ട് കണ്ടിട്ടുള്ള ചെറിയ ഷോർട്ട് വീഡിയോയുടെ ഫുൾ ലെങ്ത് കാണാം. നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ എന്നാ ഒരേ സൈറ്റ് മാത്രം കയറുമ്പോൾ. ഇപ്പം ഞാൻ എക്സാംസിലാണ് ഇപ്പോഴത്തേത്. അത് മാറണം. കാരണം എന്താ വെച്ചാൽ ഈ അൽഗോരിതം പ്രകാരം നമ്മൾ ഒരേ സാധനം തന്നെ കണ്ടുകൊണ്ടിരിക്കില്ലെങ്കിൽ മാറിയാൽ നമുക്ക് ഉണ്ട്. അക്കൗണ്ട് ഉണ്ട്. പൈസ കൊടുക്കുന്നില്ല, അല്ലാതെ അക്കൗണ്ട് ഉണ്ട് എനിക്ക്. വലിയ കുറേ കഥകളുണ്ട് അതിനകത്ത്. ഞാൻ എൻ്റെ സ്റ്റാൻഡപ്പ് സ്പെഷ്യലി പറയാം. ഞാൻ അഡൽസ് ഒള്ളി പോണിനെ പറ്റി മാത്രം സ്റ്റാൻഡപ്പ് സ്പെഷ്യലി ചെയ്യുന്നുണ്ട്, A for Anis പേരിൽ. അതിനകത്ത് എനിക്ക് കുറേ സ്റ്റോറീസ് പറയാനുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ അക്കൗണ്ടിനെ പറ്റി, അക്കൗണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളതിനെ പറ്റി പറയാം. അല്ലാതെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇല്ല, സൗണ്ട് ശരിയായി. പോൺ വേഗട്ടും ഇന്ന് രാത്രി കാണാനുള്ള സമയം. അതെ, പറഞ്ഞ ശരിക്കും പോയിട്ടൊരു പോൺ കാണാം. എല്ലാവരും പോയി. നിങ്ങളെ സ്വാധീനിച്ച പോൺ വീഡിയോസ് കമന്റ് ലിങ്ക് ഇടുന്നുണ്ടെങ്കിൽ ലിങ്ക് ഇടുക. ചേട്ടന്മാരും കൂടെ കണ്ട് ലിങ്ക് ഇട്ട പ്രശ്നം കുഴപ്പമില്ല. ഹെൽത്തി പോൺ എന്നുള്ള സാധനം എല്ലാവരും മനസ്സിൽ വെച്ചാൽ മതി. പോൺ ഹെൽത്തി ആയിരിക്കും. എല്ലാ സാധനവും ഹെൽത്തി ആയിരിക്കണം. എന്ത് ചെയ്താലും അതിനകത്ത് ഓർഗാനിക്കും ആവണം. ഈ സാധനം ഇത് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിവുള്ളവർക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള രസ്മ എടുക്കുന്നതായിരിക്കും പറമ്പിൽ അങ്ങനത്തെ സാധനങ്ങളാണ് കിട്ടുന്നത്. നിർത്താം. ഓക്കെ.